അപ്പൊ നമ്മള് കഴിഞ്ഞ സെഷനില് നമ്മളെന്താ പഠിച്ചേ? നമ്മള് സൈക്കോ അനലിറ്റിക് സൈക്കോ തെറപ്പിയുടെ പല ഏരിയാസും കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ? ഉം. സോ ഇന്ന് നമ്മള് നോക്കാൻ പോകുന്നത് ഇൻസൈറ്റ് സൈക്കോ തെറപ്പി അഥവാ അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സൈക്കോ തെറപ്പി. 2 എണ്ണായിരിക്കും നോക്കാൻ പോകുന്നത് ട്ടോ. ഇൻസൈറ്റ് സൈക്കോ തെറപ്പിയും ഇന്റർപേഴ്സണൽ സൈക്കോ തെറപ്പിയും. ഈ 2 തെറപ്പികളെ കുറിച്ച് തെറപ്പി അപ്രോച്ചുകളെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുവാണെങ്കിൽ ഇൻസൈറ്റ് സൈക്കോ തെറപ്പി അഥവാ ഇന്റർപേഴ്സണൽ സൈക്കോ തെറപ്പിയിലൊക്കെ കുറെ ടൈപ്പുകളുണ്ട്. ഇഷ്ടം പോലെ അതിന് പല 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 എന്താ പറയാ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറെ തെറപ്പികളൊക്കെ ഇതിന്റെ അടിയിൽ വരും. കേട്ടോ? അപ്പോ ഇൻസൈറ്റ് തെറപ്പിയിൽ ഒരു ടൈപ്പാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ സൈക്കോ അനാലിസിസിനെ കുറിച്ച് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ? സൈക്കോ അനാലിസിസിനെ കുറിച്ചൊക്കെ. എന്താ ചെയ്യുന്നേ? സൈക്കോ അനാലിസിസിനെ കുറിച്ച് ആദ്യം പറഞ്ഞ ആളാരാ? പേരെന്തായിരുന്നു? 2 ടൈപ്പായിട്ട് നമ്മൾ സൈക്കോ അനാലിസിസ് ഫ്രോയിഡ്. എക്സാക്ട്ലി. ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ് ഉണ്ടായിരുന്നു. പിന്നെ നിയോ ഫ്രോയിഡിയൻ ഉണ്ടായിരുന്നു അല്ലേ? ഫ്രോയിഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോയിഡ് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള കുറെ സൈക്കോ സെക്ഷൽ സ്റ്റേജസും ഡിഫൻസ് മെക്കാനിസം ഒക്കെ വെച്ചിട്ടുള്ളായിരുന്നു ഫ്രോയിഡിയൻ. അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു? നിയോ ഫ്രോയിഡിയൻ ആൾക്കാർ വന്നു. അതിലൊന്നാണ് അന്ന ഫ്രോയിഡ്, ഈഗോ സൈക്കോളജി, സെൽഫ് സൈക്കോളജി. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ. ഒന്ന് കുറച്ചൊന്ന് ഓടിച്ചിട്ട് നോക്കാം. കാരണം ഈ ടൈപ്പ് ഓഫ് ഇൻസൈറ്റ് തെറപ്പികൾ സൈക്കോ അനാലിസിസ് വരുന്നുണ്ട്. ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. ഈ നമ്മുടെ സൈക്കോ അനാലിസിസിലെ ഈ സ്ട്രക്ചർ ഓഫ് മൈൻഡ്, അതായത് മൈൻഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഒന്ന് വിട്. ലെയർ ഓഫ് മൈൻഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫ്രോയിഡ് കുറച്ച് കാര്യം പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? മൈൻഡിന്റെ കുറച്ച് ലെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. എന്തായിരുന്നു അത്? ആ പേരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തേ. പേരുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. മൈൻഡിന്റെ ലെയറുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു. സ്ട്രക്ചർ അല്ല, ലെയറുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ടൈപ്പ് ചെയ്യുന്നുണ്ടോ? സബ് കോൺഷ്യസ്. ഒരു ക്ലൂ തന്നു. ഇനി ബാക്കി ഓർഡറിലങ്ങ് എഴുതിക്കോ. അതെ, ആരോ കോൺഷ്യസ്. അത് തന്നെ. സബ് കോൺഷ്യസ് അഥവാ പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്നസ്. ഓക്കെ. ഇതാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള 3 ലെയറുകൾ. ഇതല്ലാതെ ആശാൻ ഒരു സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്നോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്നറിയപ്പെടുന്നത്. എന്തൊക്കെയായിരുന്നു? എപ്പോഴും അടി കൂടുന്ന 2 കമ്പോണൻസ് ഒക്കെ ഉള്ളത്. അത് തന്നെ റാം പറഞ്ഞത്. ഇഡിഗോ, സൂപ്പർ ഇഗോ. എക്സാക്ട്ലി. ഇനി ഇതിന്റെ 3ന്റെ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം കേട്ടോ. അതാകുമ്പോൾ ഒരു റിവിഷൻ അങ്ങോട്ട് ആയിക്കോളും. ഇഡിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഓക്കെ, എക്സാക്ട്ലി പ്ലഷർ പ്രിൻസിപ്പിൾ. ഈഗോയുടെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? അത് തന്നെ റിയാലിറ്റി പ്രിൻസിപ്പിൾ. കറക്റ്റ്. അപ്പൊ സൂപ്പർ ഈഗോയുടെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? മൊറാലിറ്റി. പെർഫെക്റ്റ്. ഓക്കെ. അപ്പൊ ഇഡും സൂപ്പർ ഈഗോ അടി കൂടുമ്പോൾ ആരാ ഇടപെടുന്നത്? ഈഗോ. ശരിയാ. അപ്പൊ ഈഗോ ഇടപെട്ടിട്ട് എന്ത് സാധനം ഡെവലപ്പ് ചെയ്യുന്നത്? ഇതിലൊന്ന് പ്രശ്നപരിഹാരത്തിനായിട്ട് ആശയം കൊണ്ടിരുന്ന സാധനത്തിന്റെ പേരെന്തുവാ? നമ്മളൊരു പേര് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? അത് തന്നെ. ഡിഫൻസ് മെക്കാനിസം. ഓക്കെ. നമ്മൾ കുറെ ഡിഫൻസ് മെക്കാനിസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. റിഗ്രഷൻ, ഡിപ്രഷൻ, സപ്രഷൻ, ഡിനയൽ എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാത്തിനും ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും എല്ലാവരും ഒന്ന് ഓർത്തിരിക്കാന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ സൈക്കോ സെക്ഷൽ സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ സൈക്കോ സെക്ഷൽ സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞപ്പം ആദ്യത്തെ സ്റ്റേജ് ഏതായിരുന്നു? ടൈപ്പ് ചെയ്തേ. ഓറൽ സ്റ്റേജ് ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് ഏതാ? എക്സാക്ട്ലി ഏനൽ സ്റ്റേജ് ആയിരുന്നു. മൂന്നാമത്തെ ഏതാ? അത് തന്നെ ഫാലിക് സ്റ്റേജ്. നാലാമത്തെ ലാറ്റൻസി ഫേസ്. അഞ്ചാമത്തെയോ? ജെനൈറ്റൽ ഫേസ്. ഓക്കെ. അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. സൈക്കോ അനാലിസിസ് ഇതിൽ നിന്നാണല്ലോ സൈക്കോ അനാലിസിസ് തെറപ്പി ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സൈക്കോ അനാലിസിസിന്റെ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള 2 ടെക്നിക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? പ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്. ശരിയാണ് കേട്ടോ. പ്രീ അസോസിയേഷനും ഡ്രീം അനാലിസിസും ആണ് പ്രധാനമായിട്ടുള്ള ഒരിത്. ഫ്രോയിഡ് എഴുതിയ ഡ്രീമിനെ കുറിച്ച് എഴുതിയ ഒരു പ്രശസ്തമായ പുസ്തകം ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്തായിരുന്നു? അതെ, റാം പറഞ്ഞു. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ആണ് ആ പുസ്തകം. അതിലാണ് ആദ്യമായിട്ട് അൺകോൺഷ്യസ്നെസ് എന്നുള്ള വാക്കൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. ഓക്കെ. നമ്മളെ കമ്പോണൻസ് ഓഫ് സൈക്കോ അനാലിസിസ് പറഞ്ഞപ്പോഴേ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. ടെക്നിക്കുകൾ പോലെ തന്നെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ടായിരുന്നു.
അതിലൊന്ന് ക്ലാരിഫിക്കേഷനാ. ബാക്കി 2 ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന് ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. ബാക്കി 2 ഓർക്കുന്നുണ്ടോ? കൺഫണ്ടേഷൻ, ഇന്റർപ്രിട്ടേഷൻ. കറക്റ്റ് ആണ് ട്ടോ. ക്ലാരിഫിക്കേഷൻ, കൺഫണ്ടേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ. അപ്പൊ എല്ലാരും ഓർത്തിരിക്കുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഓക്കെ. അപ്പൊ ഇത് സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. കാരണം ഇത്രയാണ് നമ്മൾ സൈക്കോ അനാലിസിസിനെ കുറിച്ച് ഓർക്കുക. അപ്പൊ ഒരു കുഞ്ഞു റിവിഷനുമായി അല്ലേ? ഇൻസൈറ്റ് ഓറിയന്റഡ് സൈക്കോ തെറപ്പിയിൽ സൈക്കോ അനാലിസിസിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതിന് ഇന്റർപ്രിട്ടേഷൻ ഇല്ലേ? നമ്മൾ പറഞ്ഞല്ലോ ക്ലാരിഫിക്കേഷൻ, കൺഫണ്ടേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഈ ഇന്റർപ്രിട്ടേഷനിൽ വരുമ്പോഴാണ് അവർ കുറച്ചും കൂടെ പറഞ്ഞ ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓ ഇതുകൊണ്ടായിരുന്നല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇൻസൈറ്റ് എനിക്ക് ഇതാണല്ലേ ഇൻസൈറ്റ്. അപ്പൊ ഇൻസൈറ്റുകൾ വരുന്ന എവിടെന്നാ? ക്ലാരിഫിക്കേഷൻ, കൺഫണ്ടേഷൻ, ഇന്റർപ്രിട്ടേഷൻ ഒക്കെ വരുമ്പോഴാണ് ഇൻസൈറ്റ് വരുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ സൈക്കോ അനാലിസിസ് ഈ പറയുന്ന പോലത്തെ ഇൻസൈറ്റ് ഓറിയന്റഡ് സൈക്കോ തെറപ്പിയിൽ പെടുന്ന ഒന്നാണെന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒന്ന് സൈക്കോ അനാലിസിസ് ആണ്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലിറ്റിക്കൽ സൈക്കോളജിയാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ സൈക്കോളജി. അനലിറ്റിക്കൽ സൈക്കോളജി കൊണ്ടുവന്ന ആളാണ് യുങ്. യുങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? കം ഓൺ. യുങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ. യാ. ഫ്രോയിഡ് പണ്ട് പറഞ്ഞായിരുന്നു. എനിക്ക് പിറക്കാതെ പോയ മകനാണ് യുങ് എന്നൊക്കെ. സിനിമ ഡയലോഗ് അല്ല, ശരിക്കും പറഞ്ഞായിരുന്നു. എനിക്ക് പിറക്കാതെ പോയ മകനാണെന്ന് യുങ്ങിനെ കുറിച്ച് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പൊ പക്ഷെ എന്താ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവര് കുറച്ച് പഠിച്ച് പിരിஞ்சു. അപ്പൊ ഫ്രോയിഡും യുങ്ങും പിന്നീട് അടിയായി, പിരിഞ്ഞു. ഫ്രോയിഡ് യുങ് മറ്റേ വെനസ്ഡേ മീറ്റിംഗിനൊക്കെ ഇറങ്ങിപ്പോയി. ആകെ കട്ട സീനാക്കി. എന്നിട്ട് യുങ് തന്നെ പുതിയ കുറെ സാമാനങ്ങളൊക്കെ ഒരു സൈഡിൽ തുടങ്ങി. അന്നൊക്കെ യുങ് പ്രധാനമായിട്ടും ഫ്രോയിഡിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശാനെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും സെക്സും സെക്ഷൽ ഹിസ്റ്ററിയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നിങ്ങൾ പറയുന്ന എല്ലാത്തിനും സെക്സ് ആണ്. അതുകൊണ്ട് സെക്ഷൽ കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ അല്ല മൈൻഡിന്റെ സ്ട്രക്ചർ, അത് കുറച്ച് വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ പറയുന്ന പോലെ അല്ല സൈക്കോ സെക്ഷൽ സ്റ്റേജസ് പോകുന്നത്, അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ അല്ല ഈ പറയുന്ന പോലെ ഇന്റർപ്രിട്ടേഷൻസ് വരുന്നത്, അതിൽ മറ്റു പല അർത്ഥതലങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ യുങ് ഫ്രോയിഡിയന്റെ കൂട്ടത്തിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. അത് ഫ്രോയിഡിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഫ്രോയിഡ് ഒരിക്കൽ പറഞ്ഞിരുന്നു, യുങ് ആണ് എനിക്ക് പിറക്കാതെ പോയ മകൻ. ആ രീതിയിലൊക്കെ അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തുകയും സൈക്കോ അനാലിസിസിന് ഒരുപാട് ഭാവി ഉണ്ടെന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ആശൻ ടാറ്റയും ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിപ്പോയത്. എന്നിട്ടും നല്ല ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു, തിയറിറ്റിക്കൽ ഓറിയന്റേഷനിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇഡിഗോ സൂപ്പർ ഈഗോ ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ യുങ് ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഈഗോ, കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് ആൻഡ് പേഴ്സണൽ അൺകോൺഷ്യസ്നെസ്. എന്തൊക്കെയാ? ഈഗോ, കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്, പേഴ്സണൽ അൺകോൺഷ്യസ്നെസ്. ഇതിപ്പോ തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയും കുറെ ആൾക്കാരൊക്കെ വരാറുണ്ട്. അപ്പൊ അവർ അതും ഇതൊക്കെ പറഞ്ഞു പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കും. അതുകൊണ്ട് ഓർക്കുക, കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്, പേഴ്സണൽ അൺകോൺഷ്യസ്നെസ് ആൻഡ് ഈഗോ. 3 എണ്ണം. കോൺഷ്യസ് അല്ലേ? സോറി, ഇത് കോൺഷ്യസ്, പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയണേ. കോൺഷ്യസ് അല്ല, ഈഗോ എന്നാ പറയുന്നത്. ഫസ്ന ബുക്കിൽ അങ്ങനെ കണ്ടപ്പോ ചോദിച്ചതാ. ഓ ഏത് പുസ്തകത്തിലായിരുന്നു? അതന്നെ ഇഗ്നോന്റെ ബുക്കില്. ഓ ആണോ? ഓക്കെ. അതിലൊരു കാര്യമുണ്ട്. നമ്മൾ ഏത് റെഫറൻസ് നോക്കിയത്, ഈഗോ എന്ന് പറയുന്നതാണ് സെന്റർ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് യുങ് വിളിച്ചത്. അപ്പൊ ഞാനവിടെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണല്ലോ, ഈഗോ ഇസ് ഈക്വൽ ടു സെന്റർ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോ നമ്മൾ പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. കാരണം യുങ് ഈഗോയിനെയാണ് സെന്റർ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് വിളിച്ചത്. മേ ബി ഇഗ്നോ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടാവും കോൺഷ്യസ്നെസ്, കളക്റ്റീവ് അൺകോൺഷ്യസ്, പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന്. പക്ഷെ തിയറിറ്റിക്കൽ ബുക്സുകൾ നോക്കുമ്പോൾ, ഷൂട്ട്സിന്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഒക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, അവർ ഈഗോ, കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്, പേഴ്സണൽ അൺകോൺഷ്യസ്നെസ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതിന് ചില റിസോഴ്സ് ബുക്കുകൾ അങ്ങനെ വിളിക്കാൻ കാരണം യുങ് ഈഗോനെ വിളിച്ചൊരു പേരാണ് സെന്റർ ഓഫ് കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ബോധാവസ്ഥയുടെ കേന്ദ്രം എന്ന് വിളിച്ചത് ഈഗോനെയാണ്. ഇപ്പൊ ചില തിയറിറ്റിക്കൽ ഓറിയന്റേഷൻസിൽ യുങ്ങിന്റെ ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ കോൺഷ്യസ്നെസ് അല്ല അവർ പറയുന്നത്. കാരണം കോൺഷ്യസ്നെസിന്റെ സെന്റർ എന്ന് യുങ് വിളിച്ചിട്ടുള്ള ഈഗോയിനെയാണ് പറയുന്നത്.
ക്ലിയർ ആയോ? എന്തുകൊണ്ടാ ഒരു വ്യത്യാസം ടെർമിനോളജിയിൽ വന്നേന്നുള്ളത്? ഒരേ കാര്യം തന്നെ. പക്ഷെ 2 വ്യത്യസ്ത ആംഗിളിലാണ് നോക്കിക്കണ്ടിരിക്കുന്നത്. ഈഗോയിനെ യുങ് വിളിച്ചതാണ് സെന്റർ ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? എത്തിയോ? ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിഫറൻസ് തോന്നുന്നത്. ഓക്കെ. അപ്പൊ ഈഗോ ഓൾറെഡി ഞാൻ പറഞ്ഞു സെന്റർ ഓഫ് കോൺഷ്യസ്നസ് ആണ് യുങ് വിളിച്ചിട്ടുള്ളത്. നമ്മളെക്കുറിച്ചുള്ള ഒരു ബോധം, നമ്മളെക്കുറിച്ചുള്ള ഒരു അറിവ് ഇതാണ് യുങ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത കാര്യമാണ് പേഴ്സണൽ അൺകോൺഷ്യസ്നസ്. ഫ്രോയിഡിന്റെ പ്രീ കോൺഷ്യസ്നസ്സും ഒക്കെ ആയിട്ട് ചെറിയ ബന്ധമുണ്ട്. അത് കൂടുതലും അറിയപ്പെടുന്നത് റിസർവോയർ ഓഫ് മെമ്മറീസ് ആണ്. ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റും സ്ലൈഡിൽ. റിസർവോയർ ഓഫ് മെമ്മറീസ് എന്ന് പറയുന്നത്. കാരണം പല പല ഓർമ്മകളുടെ ഒരു ആകത്തുകയായിരുന്നു പേഴ്സണൽ അൺകോൺഷ്യസ്നസ് എന്ന് നമ്മുടെ യുങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഫ്രോയിഡിയൻ പ്രീ കോൺഷ്യസ്നസ് സാമ്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയ ആ ഒരു ഓർഡറിൽ പോകുമ്പോഴേ ഇവർ ഈ പറഞ്ഞ ടെർമിനോളജീസ് ഒക്കെ നോക്കുമ്പോൾ ഫ്രോയിഡിയൻ ആൾക്കാർ, നിയോ ഫ്രോയിഡിയൻ ആൾക്കാരൊക്കെ പറയുമ്പോൾ ഇച്ചിരിയൊക്കെ അവർ തമ്മിൽ ബന്ധമുണ്ട്. കാരണം അവർ ഒരിക്കലും കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്തിട്ടല്ല പുതിയ തിയറി കൊണ്ടുവന്നത്. നിയോ ഫ്രോയിഡിയൻസ് ഒരിക്കലും ഫ്രോയിഡിയൻസിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്തിട്ടല്ല പുതിയ തിയറി കൊണ്ടുവന്നത്. അവർ മോഡിഫൈ ചെയ്യുമായിരുന്നു ചെയ്ത് കുറെയൊക്കെ. അതാണ് ഈ ഫ്രോയിഡിയൻ പ്രീ കോൺഷ്യസ്നസ് ഒക്കെ ആയിട്ട് പേഴ്സണൽ അൺകോൺഷ്യസ്നസ് ബന്ധം വരാൻ കാരണം. അതായത് ഒരിക്കൽ കോൺഷ്യസ് ആയിരുന്നിട്ടുള്ളതും എന്നാൽ പിന്നീട് മറന്നു പോയപ്പെട്ടതും അല്ലെങ്കിൽ പിന്നീട് എന്താ പറയാ ഫോഴ്സ്ഫുള്ളി മറന്നു പോയ നമ്മൾ പറഞ്ഞല്ലോ കുറെ ഡിഫൻസ് സപ്രഷൻ ഡിപ്രഷൻ എന്നൊക്കെ അല്ലേ. ഫോഴ്സ്ഫുള്ളി മറന്നുപോയ കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഒരിക്കൽ മെമ്മറിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഇതൊക്കെ ഇരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ അൺകോൺഷ്യസ്നെസ്സിലാണ്. കത്തിയോ? ഈഗോ എന്തിന് യുങ് വിളിച്ചത് സെന്റർ ഓഫ് കോൺഷ്യസ്നസ് ആണെങ്കിൽ പേഴ്സണൽ അൺകോൺഷ്യസ്നെസ്സിന് നമ്മുടെ യുങ് വിളിച്ചത് പ്രീ കോൺഷ്യസ് ആയിട്ട് കുറച്ച് ബന്ധമൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ എല്ലാവിധ ഓർമ്മകളുടെയും ഒക്കെ ഒരു മെമ്മറി റിസർവോയർ ആയിട്ടാ യുങ് പേഴ്സണൽ അൺകോൺഷ്യസിനെ കണ്ട്. കുറെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഉള്ളത് ഒരിക്കൽ നമുക്ക് ഓർമ്മയുണ്ടായിരുന്നത് എന്നാണ് പിന്നീട് മറന്നുപോയ ചില മെമ്മറീസ് അല്ലെ ചില ഇൻഫർമേഷൻസ് ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് യുങ് പറഞ്ഞേ? പേഴ്സണൽ അൺകോൺഷ്യസ്നെസ്സിൽ ഇങ്ങനെ ഉണ്ടെന്നാണ് യുങ് പറഞ്ഞത്. ഓക്കെ, ഈഗോയും പേഴ്സണൽ അൺകോൺഷ്യസ്നസും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് കളക്റ്റീവ് അൺകോൺഷ്യസ്നസ്. കളക്റ്റീവ് അൺകോൺഷ്യസ്നസ് നിങ്ങൾ ഓർത്ത് വെക്കുക, യുങ്ങിന്റെ മനസ്സിലാക്കലില് ഏറ്റവും ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് സൈക്കി അഥവാ മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള ലെയർ അല്ലെങ്കിൽ ലെവൽ എന്ന് പറയുന്നത് കളക്റ്റീവ് അൺകോൺഷ്യസ്നസ്. ഒരു മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള, അതായത് ഫ്രോയിഡ് പറഞ്ഞ അൺകോൺഷ്യസ്നസ് എന്നൊക്കെ പറയുന്ന പോലെ ഇത്രയും ആഴത്തിലുള്ള പോലെയാണ് യുങ് കളക്റ്റീവ് അൺകോൺഷ്യസ്നസ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? പക്ഷെ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്നസ് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട്. അത് കളക്റ്റീവ് അൺകോൺഷ്യസ്നസ് ആണ്. അതായത് ആൻസിസ്ട്രൽ മെമ്മറീസ് അഥവാ ഇൻഹെറിറ്റഡ് എക്സ്പീരിയൻസസ് മനുഷ്യന്റെയും മനുഷ്യനുമായിട്ട് സാമ്യമുള്ളതായിട്ടുള്ള മറ്റു ഇതര സ്പീഷികളുടെയും ഒക്കെ ആൻസിസ്ട്രൽ മെമ്മറീസ്, അതായത് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള പല മെമ്മറീസ് ഇരിക്കുന്നത് കളക്റ്റീവ് അൺകോൺഷ്യസ്നസ്സിലാണെന്നാണ് യുങ് പറഞ്ഞത്. ഇപ്പൊ യുങ്ങിനെ പഠിക്കുന്ന സൈക്കോളജിക്കാർ മാത്രമല്ല കേട്ടോ, യുങ്ങിന്റെ ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്നുണ്ട്. കാരണം യുങ്ങിന്റെ കളക്റ്റീവ് അൺകോൺഷ്യസ്നസ്, അതായത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ എന്തുണ്ടെന്നാ പറയുന്നത്, പല പല പൂർവികരായിട്ടുള്ള പല മെമ്മറീസിന്റെ ഒക്കെ ഒരു അംശം ഉണ്ടെന്ന് യുങ് പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം കളക്റ്റീവ് അൺകോൺഷ്യസ്നസ് പറയുന്ന പേടി, പാമ്പിനോടുള്ള പേടി. എല്ലാവർക്കും പാമ്പിനെ അത്ര പേടിയില്ല. പക്ഷെ യുങ് പറയുന്ന കളക്റ്റീവ് അൺകോൺഷ്യസ്നസ് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും പാമ്പിനോടുള്ള പേടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയാം. സർവൈവൽ ബേസിസ് ആണ് കാരണം, എവല്യൂഷൻ സൈക്കോളജി എങ്ങനെ നോക്കിക്കാണുന്നത് അതിന്. പക്ഷെ യുങ്ങിന്റെ കളക്റ്റീവ് അൺകോൺഷ്യസ്നസ് വേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പാമ്പിനോടുള്ള പേടി ഡെവലപ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ഡെവലപ്പ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കാരണം എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ സർവൈവൽ നീഡ്. പക്ഷെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. പിന്നെ അതുപോലെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിന് മറ്റു കുറേ ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങളിപ്പം കുഞ്ഞുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ജിയോഗ്രഫി, ഡിസ്കവറി ഈ ചാനലൊക്കെ കാണാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ചില ആർക്കിയോളജിക്കൽ ഡോക്യുമെന്ററീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേവ് ഡ്രോയിങ്സ് കണ്ടിട്ടുണ്ടോ? ഗുഹാചിത്രങ്ങൾ. ഗുഹാചിത്രങ്ങളുടെ എന്തെങ്കിലും പടങ്ങളോ സീരീസോ കണ്ടിട്ടുള്ളവരുണ്ടോ? ഉണ്ടോ? 5 പറഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന്. ആ, നിങ്ങൾക്കറിയാം ഒരു പർട്ടിക്കുലർ രാജ്യത്തെ ഗുഹാചിത്രവും മറ്റു പല പർട്ടിക്കുലർ രാജ്യത്തെ ഗുഹാചിത്രങ്ങളും മറ്റേ കോണ്ടിനെന്റ്സിലെ ഗുഹാചിത്രങ്ങൾ പോലും സാമ്യതകളുണ്ട് പല കാര്യങ്ങളിലും. അവർ ചില വസ്തുക്കളെ
കൺവേ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സിംബൽസ് തമ്മിൽ കുറെ സാമ്യതകളുണ്ട്. അതിനൊക്കെ അവർ ഡിഫൈൻ കാരണം ആർക്കിയോളജിക്കലി ഇറ്റ് ഈസ് പ്രൂഫ് ദാറ്റ് ആ 2 കൂട്ടരെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവര് തമ്മിൽ ചിത്രങ്ങൾക്ക് നല്ല സാമ്യതയുണ്ട്. എങ്ങനെ സംഭവിച്ചു? അതിനാണ് ഇവര് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും അവർക്കൊക്കെ ഒരു കണക്ട് ചെയ്തിട്ട് ഒരു ആൻസിസ്റ്റർ മെമ്മറി ഉള്ളത് കൊണ്ട് ദേ ആർ ട്രൈ ടു റീപ്രൊഡ്യൂസ് ദാറ്റ് പർട്ടിക്കുലർ മെമ്മറീസ് ഔട്ട് ഓഫ് ദ ജനറേഷൻസ്. അതാണ് കളക്റ്റീവ് അൺകോൺഷ്യസിന് ഉദാഹരണമൊക്കെ ആയിട്ട് പറയുന്നത്. അതെ, ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് സൈക്കിയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്നസ്. സൈക്കി എന്ന് വിളിക്കുന്ന മനസ്സിനെയാണ് നിങ്ങൾ ഇന്ത്യൻ സൈക്കി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരുണ്ടോ? ഇന്ത്യൻ സൈക്കി. ഇന്ത്യൻ സൈക്കി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വായിക്കാം കേട്ടോ, സമയമുള്ളപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സമയമുള്ളപ്പോൾ നോക്കാവുന്നതാണ് ഇന്ത്യൻ സൈക്കി എന്നുള്ളത്. സുധീർ കാക്കർ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് ഇന്ത്യയിൽ. സുധീർ കാക്കർ, അദ്ദേഹമാണ് ഇന്ത്യൻ സൈക്കിയെ കുറിച്ചൊക്കെ കുറെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു സൈക്കോ അനലിസ്റ്റ് ആണ്. ഇപ്പൊ യുങ്ങിനെയും ഫ്രോയിഡിനെയും ഒക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇന്ത്യൻ സൈക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒക്കെ വായിക്കാം. നല്ലൊരു പുസ്തകം. അപ്പം ഈ സൈക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മനസ്സെന്നാണ് കേട്ടോ. അപ്പം മനസ്സിന്റെ ഏറ്റവും ആഴമുള്ള ലെവൽ എന്നാണ് കളക്റ്റീവ് അൺകോൺഷ്യസിനെ വിളിച്ചത്. അത്ര ആക്സസ് ഇല്ലാത്ത ഏരിയ. അതുമായിട്ട് ഒത്തുപോകുന്ന അടുത്തൊരു ടേമാണ് ആർക്കിടൈപ്സ്. നമ്മൾ മനുഷ്യവംശം മൊത്തത്തിൽ ഷെയർ ചെയ്യുന്ന സെറ്റ് ഓഫ് മെമ്മറീസിനെയും ഐഡിയാസിനെയും വിളിക്കുന്ന പേരാണ് ആർക്കിടൈപ്സ്. പേരൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഈ ചില വാക്കുകൾ ഇച്ചിരി കൺഫ്യൂഷൻ ആകും. പക്ഷെ ആർക്കിടൈപ്പ് എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഓർമ്മ വരേണ്ട ഒരാളുടെ പേര് യുങ്ങാണ്. കാരണം അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, ആർക്കിടൈപ്പ് എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഒരു ഹ്യൂമാനിറ്റി മൊത്തത്തിൽ മനുഷ്യവംശം മൊത്തത്തിൽ ഷെയർ ചെയ്യുന്ന കുറെ ഐഡിയാസ് ഇമേജസ് ഉണ്ട്. അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ആർക്കിടൈപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് ഒന്നേ ബൈ ഒന്ന് നോക്കാം. അത് തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആർക്കിടൈപ്പിന്റെ എന്തെങ്കിലും ഒരു ആർക്കിടൈപ്പിന്റെ പേരറിയാം? ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഇംഗ്ലീഷ് പുസ്തകങ്ങളിലും അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നോവലുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആർക്കിടൈപ്പുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. കാരണം യുങ്ങിനെ ഇഷ്ടപ്പെടുന്നവരാണ് പല ലിറ്ററേച്ചറിൽ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്നാ വൺ ബൈ വൺ. ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ ആർക്കിടൈപ്പുകളുണ്ട്. 1 2 അല്ല, ഇതൊരു ക്ഷാമവുമില്ല. ഓക്കെ, അതിൽ ചിലതാണ് ഷാഡോ, ചിലതാണ് ഈവിൾ, ചിലതാണ് ഐ മീൻ എന്താണ് മാസ്ക്, ചിലതാണ് ദ വൈസ് ഓൾഡ് മാൻ. കുറെ ആർക്കിടൈപ്പിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നൊന്നല്ല, കുറെ പറയുന്നുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരെണ്ണെങ്കിലും എളുപ്പമുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണെങ്കിലും ഓർത്തിരിക്കട്ടോ. അനിമ അനിമസ്. അനിമ ആൻഡ് അനിമസ്, അത് യുങ് കൊണ്ടുവന്നിട്ടുള്ളൊരു ആർക്കിടൈപ്പാണ്. അനിമ ഈസ് എ ഫെമിനിൻ ഇമേജ് ഇൻ ദ മെയിൽ സൈക്കി. പുരുഷ സൈക്കിയിലെ ഫെമിനിൻ ഇമേജിനെ യുങ് വിളിച്ചതാണ് അനിമ എന്ന്. അത് ഓർത്തിരിക്കാനത്. അനിമസ് ഉണ്ട്. അനിമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഇമേജിന്റെ ഫീമെയിൽ സൈക്കി. ഒരു സ്ത്രീ ഫീമെയിൽ സൈക്കിയിലെ മെയിൽ ഇമേജിനെയാണ് യുങ് അനിമസ് എന്ന് വിളിച്ചത്. നോക്കി എത്ര കൺഫ്യൂഷൻ ആണെന്ന് തോന്നി. അനിമ അനിമസ് ഇതിനെ എങ്ങനെ ഓർത്തിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ഉപയോഗിച്ചൊരു കാര്യം പഠിച്ച സമയത്തൊക്കെ ആനി ഇൻ മാൻ, അനിമ. ആനി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ പേരായിട്ട് വിചാരിച്ചു. ആനി ഇൻ മാൻ, പുരുഷനിലുള്ള ഫെമിനിൻ ഇമേജ്, അതാണ് അനിമ. ആനി ഇൻ മാൻ. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണോ? കേട്ടില്ലായിരുന്നു. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? അപ്പൊ അടുത്ത ദിവസം ചോദിച്ചാൽ എല്ലാവരും ഓർക്കുക. ആനി ഇൻ മാൻ എന്ന് വെച്ചാൽ അനിമ. അനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? പുരുഷനിലുള്ള, പുരുഷ സൈക്കിയിലുള്ള, പുരുഷ മനസ്സിലുള്ള ഫെമിനിൻ ഇമേജിനെ യുങ് വിളിച്ചാണ് അനിമ. മെയിൽ ഇമേജിനെ വിളിച്ചതാണ്, ഫീമെയിൽ സൈക്കിളിലെ മെയിൽ ഇമേജിനെ വിളിച്ചാണ് അനിമസ്. പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി, അനിമ അനിമസ് ഇങ്ങനെ കൂട്ടിച്ചേർന്നതാണ് ട്രൂ സെൽഫ് എന്ന് പറയും. ഇതിന് രണ്ടിന്റെ ഒരു ബാലൻസ് ആണ് ട്രൂ സെൽഫ് എന്ന് യുങ് പറയണ്ടായി. കുറച്ചധികം പഴക്കമുള്ള തിയറിയാണ്. ഇപ്പൊ ഇവര് ബൈനറി പെർസ്പെക്റ്റീവിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലപ്പുറത്തേക്കാണ് കാര്യങ്ങൾ നമുക്കറിയാം. എന്നിരുന്നാലും മനസ്സിലാക്കി വെക്കുക. അനിമ അനിമസ് എന്ന 2 സാധനങ്ങളുണ്ട്. അനിമ അനിമസ് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ടൈപ്പ് ചെയ്ത്. അനിമ അനിമസ് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കിടൈപ്പ്. എക്സാക്ട്ലി.
അപ്പൊ ഓർത്ത് വെക്കണം. ഉദാഹരണം ആർക്കിടൈപ്പിന് എഴുതാൻ ചോദിച്ചാലും ആരെങ്കിലും ചോദിച്ചാലും പെട്ടെന്ന് മനസ്സിലേക്ക് വരേണ്ടത് അനിമാനിമസ് ആണ്. ഓക്കെ. അപ്പം ഇതെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. അറ്റ്‌ലീസ്റ്റ് ഒരു വാക്കെങ്കിലും ഓർത്ത് വെക്കുക. ആനി ഇൻ മാൻ. അനിമ വിച്ച് ഈസ് എ ഫെമിനിൻ ഇമേജ് ഇൻ ദ മെയിൽ സൈക്കിൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ഇത്രയും. അപ്പോ എക്സിസ്റ്റൻഷ്യൽ തെറപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ യുങ്ങിയന്റെ സൈക്കോ അനലിറ്റിക് പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സൈക്കോ അനാലിസിസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം അത് രണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചേ. എല്ലാവർക്കും എങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത തെറപ്പികളിലേക്ക് പോവാം. സൈക്കോ അനാലിസിസിലും അനലിറ്റിക് സൈക്കോളജി എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത തെറപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് അടുത്ത എക്സിസ്റ്റൻഷ്യൽ സൈക്കോതെറപ്പിയിലേക്ക് പോവാം. അതൊരു ഇൻസൈറ്റ് ഫെസിലിറ്റേറ്റിംഗ് സൈക്കോതെറപ്പി തന്നെയാണ്. സോ എക്സിസ്റ്റൻഷ്യലിസം നേരത്തെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? എക്സിസ്റ്റൻഷ്യലിസം ഫിലോസഫി ആരെങ്കിലും ഫിലോസഫി പഠിക്കുന്ന നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇല്ല കേട്ടിട്ടില്ല അല്ലേ? അപ്പൊ എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ളത് നമ്മുടെ സൈക്കോളജിയിൽ തന്നെ പല തിയറികളിൽ വരുന്ന ഒരു സാധനമാണ്. അപ്പൊ തെറപ്പിയിൽ മാത്രമല്ല എക്സിസ്റ്റൻഷ്യലിസം എന്നൊരു ഫിലോസഫിക്കൽ അപ്രോച്ച് തന്നെ ഉണ്ട്. എക്സിസ്റ്റൻസ് എന്ന് കേട്ടിട്ടുണ്ട് റാം എന്ന് പറഞ്ഞു. അപ്പൊ എക്സിസ്റ്റൻഷ്യൽ സൈക്കോതെറപ്പിയിലും അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അർത്ഥം തേടുന്ന ഒരു യാത്രയാണ്. എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്. വൈ ഷുഡ് ഐ എക്സിസ്റ്റ്? ഞാൻ എന്തിന് നിലനിൽക്കണം? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവർ എക്സിസ്റ്റൻഷ്യലിസത്തിലൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ കുറെ ഉണ്ട്. ലൈക് ഞാൻ കൊടുത്തിട്ടുണ്ട് തിയറി ഓഫ് എക്സിസ്റ്റൻഷ്യലിസം. ഒന്ന് ഇമ്പോർട്ടൻസ് ഓഫ് എക്സിസ്റ്റൻസ്, അതായത് ഇൻക്ലൂഡിങ് വൺസ് റെസ്പോൺസിബിലിറ്റി ഫോർ വൺസ് ഓൺ സൈക്കോളജിക്കൽ എക്സിസ്റ്റൻസ്. എന്താണ് എന്റെ റെസ്പോൺസിബിലിറ്റികൾ? എന്തുകൊണ്ട് ഞാൻ നിലനിൽക്കണം? ഇതൊക്കെ പറയുന്ന പരിപാടിയാണ് തിയറി ഓഫ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്. അപ്പൊ എക്സിസ്റ്റൻഷ്യലിസ്റ്റിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് എക്സിസ്റ്റൻഷ്യലിസം, അതായത് എക്സിസ്റ്റൻസിലൂടെ കടന്നു പോകും. നമ്മളെല്ലാവരും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു കുറച്ച് കഴിയുമ്പം എന്തിനാ ഇപ്പൊ ഞാൻ ജീവിക്കണേ? അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വൈ ഷുഡ് ഐ ലിവ്? വാട്ട്സ് എ റീസൺ ഫോർ മീ ടു എക്സിസ്റ്റ്? എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്തൊരു ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ മീനിങ് ഇൻ മൈ ലൈഫ്. ഇതൊക്കെ പറയുന്നതാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും വിളിക്കുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, അഥവാ ഇപ്പൊ സ്ക്രീനിൽ എഴുതിയേക്കുന്ന പോലെ എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി എന്നുള്ളത്. എക്സിസ്റ്റൻഷ്യൽ തോന്നുന്നതാണ്. അതെ, ഉറപ്പായിട്ടും നമ്മൾ ഓൺ ഡെയിലി ബേസിസിൽ നമുക്ക് പലപ്പോഴും തോന്നുന്നതാണ്, ഇപ്പൊ എന്തിനാ ജീവിക്കണേ? അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇനിയിപ്പോ ഞാൻ ഇവിടം വരെയൊക്കെ എത്തി, അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ എത്തണം. ഇനിയിപ്പോ എന്തോ ചെയ്യുന്നത്? വൈ ഷുഡ് ഐ ലീവ്? വാട്ട് ഈസ് ദ മീനിങ് ഇൻ മൈ ലൈഫ്? വൈ ഐ എം ഡൂയിങ് ദിസ് സർട്ടൻ തിങ്? സോ മോസ്റ്റ് ഓഫ് ദ ടൈംസ് എന്താ സംഭവിക്കുന്നത്? വൈ ഷുഡ് ഐ ലീവ് എന്നതിലേക്ക് അപ്പുറത്തേക്ക് വാട്ട്സ് ദ മീനിങ് ഇൻ ദിസ് ആക്ഷൻ? ഞാൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ അർത്ഥം എന്താണ്? അതാണ് എക്സിസ്റ്റൻഷ്യലിസം പറയുന്നത്. പക്ഷെ എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ട്. ഐ ഡോണ്ട് നോ വൈ ഷുഡ് ഐ എക്സിസ്റ്റ്? ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ഡൂയിങ്? ഐ ഡോണ്ട് നോ വാട്ട്സ് ദ മീനിങ് ഇൻ മൈ ലൈഫ്? ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്താ സംഭവിക്കുക? ഐ ഡോണ്ട് നോ ലൈക് വാട്ട് ഈസ് ദ എക്സാക്ട് മീനിങ് ഓഫ് ഇറ്റ്. ഇതിന്റെ മീനിങ് മനസ്സിലാവത്തില്ല. അപ്പൊ നമുക്ക് തോന്നുന്നതാണ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അഥവാ എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം എക്സിസ്റ്റൻഷ്യലിസം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം മീനിങ് മേക്കിംഗ് ആണ്. മീനിങ് മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ക്ലയൻസിനെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള തെറപ്പിയാണ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോ തെറപ്പി എന്ന് പറയുന്നത്. അതിൽ കുറെ ഡിവിഷൻസ് ഉണ്ട്, ലോഗോ തെറപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമാണ് ഒതന്റിക് ലിവിങ്. അതായത് എക്സിസ്റ്റൻഷ്യൽ തെറപ്പി മുന്നോട്ട് വെക്കുന്ന മറ്റൊരു എലമെന്റ് ആണ് ഒതന്റിക് ലിവിങ് എന്ന് പറയും. ഒതന്റിക് ലിവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് തന്നെ എത്രത്തോളം വാല്യൂ ഓറിയന്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പം എനിക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. അല്ലേ? എനിക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ സെറ്റ്സ് ഉണ്ടാവും. എത്രത്തോളം ഞാൻ എന്റെ വാല്യൂ എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ മൂല്യങ്ങൾ എന്നൊക്കെ പറയും വേണമെങ്കിൽ. അത് മറ്റാരും നമ്മളെയൊക്കെ അടിച്ചേൽപ്പിക്കുന്നതല്ല, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് എത്രത്തോളം സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ നീതിപരമായിട്ട് എത്രത്തോളം നീതി പുലർത്തി ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒതന്റിക് ലിവിങ്. അപ്പൊ എക്സിസ്റ്റൻഷ്യൽ തെറപ്പികളെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഒതന്റിക് ലിവിങ്ങിലേക്കുള്ള ഒരു വഴിയും കൂടിയാണ് കിട്ടുന്നത്.
അപ്പൊ എന്തിനാണ് എക്സിസ്റ്റൻഷ്യൽ തെറപ്പി ഉപയോഗിക്കുന്നത്? മീനിങ് മേക്കിംഗ് നടത്താനായിട്ട്, എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട്, ഒതന്റിക് ലിവിംഗിലേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട്. 3 എണ്ണം. അതുപോലെ തന്നെ മീനിങ് മേക്കിംഗ് വഴിയാണ് പലപ്പോഴും ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. മീനിങ് മേക്കിംഗ് വഴിയായിട്ടാണ് പലപ്പോഴും ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. വിക്ടർ ഫ്രാങ്ക്ലിനെ കുറിച്ച് കേട്ടവരുണ്ടോ? വിക്ടർ ഫ്രാങ്ക്ലിൻ. കേട്ടിട്ടുണ്ടാ? വിക്ടർ ഒതന്റിക്കലി പറയാം. അതിന് മുമ്പ് വിക്ടർ ഫ്രാങ്ക്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. നാസി പട്ടാളത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? നാസികൾ അവരെന്താ ചെയ്തേ? നാസി, ഹിറ്റ്ലർ അവരൊക്കെ എന്താ ചെയ്തേ? ഹിറ്റ്ലർ എന്താ ചെയ്തേന്ന്? യുദ്ധം നടത്തി അല്ലേ? ജൂതന്മാരെ പിടിച്ചിട്ട് ചറപറ കൊന്നു കളഞ്ഞു. ഒരു വലിയൊരു ജീനോസൈഡ് നടത്തി അല്ലേ? അതിൽ പെട്ടൊരു വ്യക്തിയായിരുന്നു വിക്ടർ ഫ്രാങ്ക്ലിൻ. അദ്ദേഹത്തെ ജൂതനായിരുന്നു. അദ്ദേഹത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി കൊല്ലാക്കൊല ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ കുടുംബത്തെയൊക്കെ കൊന്നു. ജീവിക്കാനുള്ള പല പല മനുഷ്യരെയും കൊന്നു കളഞ്ഞു. അപ്പൊ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ വിക്ടർ ഫ്രാങ്ക്ലിൻ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ സർവൈവ് ചെയ്ത് ഓരോ നിമിഷവും മുന്നോട്ട് പോയി. അപ്പൊ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടെത്തിക്കാം. പക്ഷെ അതിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുമ്പോൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള ആശ്രയിച്ചിരിക്കും എൻ്റെ സൈക്കോളജിക്കൽ സ്പേസ്. കാരണം ആ വ്യക്തിയുടെ ചുറ്റുമുണ്ടെന്ന് എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ തൊഴിൽ, അദ്ദേഹത്തിന്റെ നല്ല വസ്ത്രങ്ങൾ, പാർപ്പിടം എല്ലാം എടുത്തു മാറ്റി. അദ്ദേഹത്തിന് ആകെയുള്ള ഒരു കാര്യമുള്ളൂ. ആറ്റിറ്റ്യൂഡ്, പെർസെപ്ഷൻ. ഞാൻ ഈ കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു. അങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിന്റെ പേരാണ് ദ മാൻസ് സെർച്ച് ഫോർ മീനിങ്. ആ പുസ്തകത്തിന്റെ പേര് കേട്ടിട്ടുണ്ടോ? ദ മാൻ സെർച്ച് ഫോർ മീനിങ്. ഇല്ലേ? എന്നാ ഓൺലൈനായിട്ട് PDF അവൈലബിൾ ആണ്. കണ്ടു നോക്കണം കേട്ടോ. പക്ഷേ വായിച്ചു നോക്കണം കേട്ടോ. അതിന്റെ അകത്താണ് ലോഗോ തെറപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത്. നല്ല രസമാണ്. എക്സിസ്റ്റൻഷ്യൽ തെറപ്പിയുടെ കൂടെ വരുന്നൊരു സാധനമാണ് ലോഗോ തെറപ്പി. അപ്പൊ അത് നിങ്ങൾ അതിൽ വായിച്ച അത്ര നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടതില്ല. എന്നാലും ഒന്ന് വായിച്ചു നോക്ക് ട്ടോ. നല്ല രസമാണ്. ഷെയിം അറ്റാക്ക് അങ്ങനെ കുറെ പാരഡോക്സിൽ ഇന്റൻഷൻ അങ്ങനെ കുറെ ടെക്നിക്കുകളൊക്കെ പറയുന്ന ഒരു സാധനമാണ് ലോഗോ തെറപ്പി. അപ്പം നമ്മുടെ വിക്ടർ ഫ്രാങ്ക്ലിനാണ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം മീനിങ് മേക്കിങ്ങിന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിക്ടർ ഫ്രാങ്ക്ലിനെ കുറിച്ച് ഇവിടെ അവതരിപ്പിച്ചത്. വിക്ടർ ഫ്രാങ്ക്ലിൻ മീനിങ് മേക്കിങ്ങിന് വേണ്ടി പറഞ്ഞിട്ടുള്ള 3 ഘടകങ്ങളുണ്ടായിരുന്നു. സഫറിങ്, ലവ്, വർക്ക്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് മീനിങ് മേക്കിങ്ങിന്. സഫറിങ്, വർക്ക്, ലവ്. സ്നേഹം, അധ്വാനം, പിന്നെ സഫറിങ്. സഫറിങ്ങിന്റെ മലയാളം എന്നൊക്കെ വെച്ചാൽ എന്തുവാ? സഹനം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 3 അദ്ദേഹം പലപ്പോഴും മീനിങ് മേക്കിങ്ങിന് 3 എലമെന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പം എക്സിസ്റ്റൻഷ്യൽ തെറപ്പിക്കാരൊക്കെ ലോഗോ തെറപ്പിയുടെ ഒക്കെ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഏറെക്കുറെ മീനിങ് മേക്കിംഗ്, ഒതന്റിക് ലിവിംഗ് ഒക്കെയാണ്. അപ്പൊ ആരും ഒതന്റിക് ലിവിംഗ് എന്താണെന്ന് ചോദിച്ചല്ലേ? ഒതന്റിക് ലിവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മൂല്യങ്ങളുണ്ട്. ഇല്ലേ? ഇപ്പം എനിക്ക് കുറച്ച് മൂല്യങ്ങളുണ്ട്. മഞ്ജുലയ്ക്ക് വ്യത്യസ്തമായ മൂല്യം, ജെൻസയ്ക്ക് മൂല്യങ്ങളുണ്ട്, ഫസ്നയ്ക്ക് മൂല്യങ്ങളുണ്ട്, വിവേകയ്ക്ക് മൂല്യങ്ങളുണ്ട്. അപ്പൊ എല്ലാവരുടെയും മൂല്യങ്ങളും അവരുടെ എന്താ പറയാ, അവർ വിശ്വസിക്കുന്ന ആശയങ്ങളും ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കും. അല്ലേ? നമ്മൾ എത്രത്തോളം അതുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അതായത് എന്റെ മൂല്യങ്ങളെ ഞാൻ എന്താ പറയാ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ എന്റെ മൂല്യമാണ് ശരി എന്ന് പറഞ്ഞു നിൽക്കുന്ന അവസ്ഥയല്ല ട്ടോ ഒതന്റിക് ലിവിംഗ്. മറ്റുള്ളവരുടെ ഒരു ഹാർമോണിക് വെൽബീയിങ്ങിനും സഹായിക്കുന്ന, അതായത് മൊത്തത്തിലുള്ള മനുഷ്യരെ മൊത്തത്തിലുള്ള വെൽബീയിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മൂല്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ എനിക്കൊരു മൂല്യമുണ്ട്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന മൂല്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതായത് മറ്റുള്ളവരുടെ വെൽബീയിങ്ങിനെ പോലും സഹായിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യത്വം. വളരെ ബേസിക് ആണ്. മനുഷ്യത്വം എന്ന് പറയുന്നൊരു മൂല്യം. അപ്പം എത്രത്തോളം ഞാൻ അതുമായിട്ട് യോജിക്കുന്ന രീതിയിലാണ് ജീവിക്കുന്നത്. അതുപോലെ ഞാൻ എത്രത്തോളം എന്നോട് തന്നെ മൂല്യങ്ങൾ പുലർത്തുന്നുണ്ട്. ഞാൻ ഇപ്പം ചിലര് പറയും എനിക്ക് കരുണ, അതായത് കൈൻഡ്നെസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു മൂല്യമാണ്. മനുഷ്യരോട് കൈൻഡ് ആകുക എന്ന് പറയുന്നത്. then the question comes, how kind are you to yourself? നിങ്ങളോട് തന്നെ നിങ്ങൾ എത്രത്തോളം കരുണ പുലർത്തുന്നുണ്ട്? നമ്മൾ പറയില്ലേ ബി കൈൻഡ് ടു യുവർസെൽഫ്. അപ്പൊ അതാണ് ഒതന്റിക് ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
കുറെ ടെക്നിക്കുകൾക്കായും അപ്പുറത്തേക്ക് എക്സിസ്റ്റൻഷ്യൽ തെറപ്പിയിൽ പലപ്പോഴും വരുന്നത് കുറെ ലൈഫ് തീംസുകൾ, ജീവിതത്തിന്റെ പല ഇമ്പോർട്ടന്റ് ആയിട്ട് പല ലൈഫിനെ തീമുകളാണ് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുന്നത്. സത്യം. എക്സിസ്റ്റൻഷ്യൽ സൈക്കോതെറപ്പി മനസ്സിലായോ? എന്താണ് എക്സിസ്റ്റൻഷ്യലിസം, എന്താണ് എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി, എന്താണ് ഒതന്റിക് ലിവിംഗ്, വിക്ടർ ഫ്രാങ്ക്ലിൻ. 4 പോയിന്റ്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഈ 4 പോയിന്റ്സ് എങ്കിലും ക്ലിയർ ആകും. ഓക്കെ, അടുത്ത സൈഡിലേക്ക് പോയാൽ പേഴ്സൺ സെന്റേർഡ് തെറപ്പി. ഇത് കൊണ്ടുവന്ന ആരാന്ന് അറിയാമോ? ഒരു ഗസ് ഉണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പേഴ്സണാലിറ്റിയിൽ? പേഴ്സൺ സെന്റേർഡ്, ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ച്. കാൾ റോജേഴ്സ്. അതെ, കാൾ ഇങ്ങല്ല കേട്ടോ, കാൾ റോജേഴ്സ് ആണ്. റോജേഴ്സ്. അതെ. റൊജേറിയൻ സൈക്കോതെറപ്പി അപ്രോച്ച് ആണ് ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ച് അഥവാ പേഴ്സൺ സെന്റേർഡ് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പം പല സ്റ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ സ്റ്റേജുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പേഴ്സൺ സെന്റേർഡ് തെറപ്പിയുടെ അസംഷൻസ് ആണ്. ഓക്കെ, പേഴ്സൺ സെന്റേർഡ് തെറപ്പിയുടെ അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവർ പറയുന്നു എല്ലാ മനുഷ്യരും ബേസിക്കലി വെൽ ആൻഡ് ഗുഡ്, അതായത് ഹ്യൂമൻസ് ആർ ബേസിക്കലി ഗുഡ് ബൈ നേച്ചർ. ഇതാണ് പേഴ്സൺ സെന്റേർഡ് തെറപ്പിയുടെ പ്രൈമറി അസംഷൻ. ഹ്യൂമൻ ബീയിങ്സ് ആർ ഗുഡ് ബൈ നേച്ചർ. അതായത് എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി നന്മയുള്ളവരാണ് എന്നതാണ് റൊജേറിയൻ തെറപ്പിയുടെ അടിസ്ഥാന തത്വം. എല്ലാ മനുഷ്യരും ബേസിക്കലി സ്വമേധയാ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദിമമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ അവർ നന്മയുള്ളവരാണെന്നാണ് റൊജേറിയൻ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം എല്ലാ മനുഷ്യരിലും അവരെ തന്നെ ഒരു ഗുഡ്നെസ് ഉണ്ട്. തെറപ്പിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ആ ഗുഡ്നെസ്സിനെ അല്ലെങ്കിൽ ആ ക്ലയന്റിന്റെ പൊട്ടൻഷ്യലിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയായിരിക്കും. ഇവിടെ തെറപ്പിസ്റ്റ് ഒരിക്കലും സൊല്യൂഷൻ കൊടുക്കില്ല, അല്ലെങ്കിൽ തന്നെ തെറപ്പിസ്റ്റ് സൊല്യൂഷൻ കൊടുക്കുന്നില്ല. ഇവിടെ പലപ്പോഴും തെറപ്പിസ്റ്റ് ക്ലയന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാണ്. ക്ലയന്റിനെ പലപ്പോഴും ഫെസിലിറ്റേറ്റ് ചെയ്യാണ് തെറപ്പിസ്റ്റ്. കാരണം എന്താ, നമ്മൾ വിശ്വസിക്കുന്ന ക്ലയന്റിനാണ് ഏറ്റവും കൂടുതൽ അവിടെ പൊട്ടൻഷ്യൽ ഉള്ളത്. ആരെ ജീവിതം ജീവിച്ച്? ക്ലയന്റ് അല്ലേ, അല്ലാതെ തെറപ്പിസ്റ്റ് അല്ലല്ലോ. അപ്പൊ തെറപ്പിസ്റ്റ് അല്ല, ക്ലയന്റ് ആണ് ക്ലയന്റിന്റെ ജീവിതം ജീവിച്ചത്. ഈ ഒരു സാഹചര്യം, ചില സാഹചര്യം കൊണ്ട് ഇപ്പോൾ ക്ലയന്റിന് മുന്നോട്ടൊന്നും നോക്കാൻ പറ്റുന്നില്ല. ബട്ട് ആസ് എ തെറപ്പിസ്റ്റ് യു വിൽ ബി ഫെസിലിറ്റേറ്റിംഗ് വാട്ട് എവർ ഈസ് റിക്വയർഡ് ഫോർ ദ ക്ലയന്റ്. ഓക്കെ, അതാണ് പേഴ്സൺ സെന്റേർഡ് തെറപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അതൊരു നോൺ ഡയറക്റ്റീവ് സൈക്കോതെറപ്പിയ. അതായത് തെറപ്പിസ്റ്റ് അല്ല അവിടെ ലീഡിംഗ് റോൾ എടുക്കാൻ പോകുന്നത്. രണ്ടുപേരുടെ കൊളാബറേറ്റീവ്ലി ക്ലയന്റും തെറപ്പിസ്റ്റ് ഈക്വൽ പവർ ആയിരിക്കും എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈവൻ പവർ എക്സസൈസ് വന്നാലും ദർ ഓൾസോ വൺ മോർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ബേസിക് അസംഷൻസ്, ക്ലയന്റ് ഈസ് ബേസിക്കലി ഗുഡ് ബൈ നേച്ചർ ഓർ ഹ്യൂമൻസ് ആർ ബേസിക്കലി ഗുഡ് ബൈ നേച്ചർ. അതുകൊണ്ട് തന്നെ ക്ലയന്റ് ആയിരിക്കും ക്ലയന്റിന്റെ ജീവിതത്തിലെ എക്സ്പേർട്ട്. തെറപ്പിസ്റ്റ് ഫെസിലിറ്റേറ്റേഴ്സ് മാത്രമായിരിക്കും. കാരണം ആരാ ആ ജീവിതം മൊത്തം ജീവിച്ച് ഇത്രയും നാളും? ക്ലയന്റ് തന്നെയല്ലേ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ക്ലയന്റ് ഈസ് ദ എക്സ്പേർട്ട് ഇൻ ദർ ലൈഫ് ആൻഡ് ദ തെറപ്പിസ്റ്റ് വിൽ ബി ദ ഫെസിലിറ്റേറ്റർ. ഓക്കെ, തുല്യ പവർ ആയിരിക്കും രണ്ടുപേർക്കും എന്ന് പറയാം. അപ്പം ഈ പറയുന്ന പോലെ പേഴ്സൺ സെന്റേർഡ് തെറപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി റീഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പം എന്റെ പേഴ്സണാലിറ്റിയിലുള്ള ചില ബിഹേവിയർ പാറ്റേൺസ് കൊണ്ടുവന്ന ബുദ്ധിമുട്ടുകളെ ഞാൻ റീഓർഗനൈസ് ചെയ്യും. അത്രയേ ഉള്ളൂ. പിന്നെ റോജർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ് ഐഡിയൽ സെൽഫും റിയൽ സെൽഫും. ആർക്കെങ്കിലും അറിയാമോ ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ്? പേഴ്സണാലിറ്റി പഠിച്ചവരാണ്. ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. അതെ, പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് പേപ്പർ പഠിച്ചപ്പം നിങ്ങൾ എല്ലാവരും പഠിച്ചതല്ലേ പേഴ്സൺ സെന്റേർഡ് തെറപ്പി? അപ്പൊ അതിലൊരു പോയിന്റ് ആയിരുന്നല്ലോ ഐഡിയൽ സെൽഫ് വേഴ്സസ് റിയൽ സെൽഫ്. എന്താ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എക്സാക്ട്ലി, ഫസ്റ്റ് നെയിം രമീസൻ പറഞ്ഞതുപോലെ, റാം സപ്പോർട്ട് ചെയ്തതുപോലെ, ഐഡിയൽ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഐഡിയൽ സെൽഫ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ആകേണ്ടതാണ്. ഞാൻ എന്നെ തന്നെ നോക്കിക്കാണുന്ന ഒരു പരിപാടിയാണ് ഐഡിയൽ സെൽഫ്. റിയൽ സെൽഫ് എന്ന് വെച്ചാൽ ഞാൻ എന്താണോ ഇപ്പോൾ ഉള്ളത് അതാണ് റിയൽ സെൽഫ്. ക്ലിയർ ആണോ? ഐഡിയൽ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണോ ആകേണ്ടത് അതാണ് ഐഡിയൽ സെൽഫ്. റിയൽ സെൽഫ് എന്ന് വെച്ചാൽ ഞാൻ എന്താണോ ഇപ്പോൾ ഉള്ളത് അതാണ്. റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ദൂരം കൂടുന്നതനുസരിച്ച്, ഇപ്പം ഐഡിയൽ സെൽഫ് ഇവിടെയാണ്, റിയൽ സെൽഫ് ഇവിടെ ആണെങ്കിൽ
ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേരാണ് ദൂരം കൂടുമ്പോൾ വിളിക്കുന്ന പേരാണ് ഇൻകോൺഗ്രുവൻസ്. അത് തന്നെ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു ഇൻകോൺഗ്രുവൻസ്. ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻകോൺഗ്രുവൻസ്. ക്ലിയർ ആയോ? അപ്പൊ ഇൻകോൺഗ്രുവൻസ് കൂടുന്നതനുസരിച്ച് എന്താ പറയുക, നമുക്ക് സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ് കൂടുമെന്നാ പറയുന്നത്. ഇൻകോൺഗ്രുവൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ് കൂടുമെന്നാ പറയുന്നത്. അപ്പോ തെറപ്പിയിൽ എന്താ ചെയ്യുക? ഇൻകോൺഗ്രുവൻസ് കുറയ്ക്കാൻ ശ്രമിക്കും. തെറപ്പിയിൽ ഇൻകോൺഗ്രുവൻസ് കുറയ്ക്കാൻ ശ്രമിക്കും. ഓക്കെ. അതുപോലെ റൊജേറിയൻ തെറപ്പിയിൽ പറയുന്ന 3 എലമെന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോൺ ജഡ്ജ്മെന്റാലിറ്റി, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, എംപതി. എന്താ നോൺ ജഡ്ജ്മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്തായിരിക്കും നോൺ ജഡ്ജ്മെന്റാലിറ്റി എന്ന് വെച്ചാൽ? എന്നാലോചിച്ചേ, എന്താ നോൺ ജഡ്ജ്മെന്റാലിറ്റി? Without any prejudice. അതെ, ഒരു മുൻവിധി ഇല്ലാതെ, prejudice ഒന്നും ഇല്ലാതെ ഒരു ക്ലയന്റിന്റെ പ്രശ്നത്തെ വളരെ ഒബ്ജക്റ്റീവായിട്ട് നോക്കി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നോൺ ജഡ്ജ്മെന്റാലിറ്റി. അതെ, നമ്മളെ സമൂഹം ആക്കിയരാമൻ എപ്പോഴും കണ്ടീഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഒക്കെ വരാം. നമ്മൾ ബിഗിനേഴ്സ്, തുടക്കക്കാരാകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? തെറപ്പിയിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നത് ജഡ്ജ് ലെസ്. നിങ്ങൾ കുറച്ച് ജഡ്ജ് ചെയ്യുക. ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. പതിയെ പതിയാണ് ഈ നോൺ ജഡ്ജ്മെന്റാലിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. രണ്ടാമത്തേതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ, അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലയന്റ് പറയുന്നതെങ്കിലും അതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ, നിബന്ധനകളില്ലാത്ത പോസിറ്റീവ് റിഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് ക്ലയന്റ് മുന്നിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് അതിനൊക്കെ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. എംപതി എല്ലാവർക്കും അറിയാം, ടു ഫിറ്റ് ഇൻ ടു അതേഴ്സ് ഷൂസ്, അതാണ് എംപതി. തെറപ്പി പ്രോസസ്സിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ക്ലയന്റിന് ഒരു സൊല്യൂഷൻ കൊടുക്കാനായിരിക്കത്തില്ല, പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലയന്റിനെ കൊണ്ട് തന്നെ സൊല്യൂഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കാനായിരിക്കും. ഓക്കെ, ഇത്രയാണ് ക്ലയന്റ് സെന്റർഡ് തെറപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത്. ഒന്നെല്ലാവരും ഒന്ന് ഓടിച്ചു നോക്കിയേ. നമ്മൾ ഇത്ര നേരം പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ തെറപ്പിയും പേഴ്സൺ സെന്റർഡ് തെറപ്പിയും 1 മിനിറ്റ് നോക്കിയേ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് നമുക്ക് ബിഹേവിയറൽ തെറപ്പികളിലേക്ക് പോകാം. അപ്പൊ കുറച്ചും കൂടെ കോൺക്രീറ്റ് ആയിട്ട് വരും തെറപ്പി അപ്രോച്ചുകൾ. അപ്പൊ ഈ പേഴ്സൺ സെന്റർഡ് തെറപ്പി വഴിയാണ് ഇൻസൈറ്റ് കൊടുക്കുന്നത് ക്ലയന്റിന്റെ അവരെന്താണ്, അവരുടെ സെൽഫിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുന്നത്. ഒരൊറ്റ മിനിറ്റ്, 9:50 നമ്മൾ തുടങ്ങും കേട്ടോ. വേഗം ഒന്ന് ഓടിച്ചു നോക്കി. രണ്ടെണ്ണം എഴുതി വെച്ചത് എല്ലാരും നോക്കിയോ? പേഴ്സൺ സെന്റർഡ് തെറപ്പിയും എക്സിസ്റ്റൻഷ്യൽ തെറപ്പിയും നോക്കി എല്ലാരും? നമ്മൾ 2 മിനിറ്റ് സമയം തന്നായിരുന്നു. ക്ലിയർ അല്ലേ? അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ പോയിന്റ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ബിഹേവിയർ തെറപ്പിയാണ്. Excuse me. ഓ, T പറഞ്ഞോ. equals C on power. അങ്ങനെ എന്തോ എഴുതിയിട്ടില്ല. അതെന്താ ഓ, ഉദ്ദേശിച്ചത്? അതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച തെറപ്പിസ്റ്റും ക്ലയന്റും അവരുടെ പവർ ഡൈനാമിക്സിൽ തുല്യരാണ് തെറപ്പിയിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ടി എന്ന് വെച്ച തെറപ്പിസ്റ്റ്, സി എന്ന് വെച്ച ക്ലയന്റ്. ടി ഈസ് ഈക്വൽ ടു സി എന്ന് വെച്ചാൽ ഓൺ പവർ എന്ന് വെച്ചാൽ പവർ ഡൈനാമിക്സിൽ രണ്ടുപേരും തുല്യരാണെന്ന്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ സർ. ഓ, ഹായ്. ഈ പേഴ്സൺ സെന്റർഡ് തെറാപ്പിന്റെ അണ്ടറിൽ തന്നെ ഈ CCT, പിന്നെ കോഗ്നിറ്റീവ് തെറാപ്പീസ്, ഗ്രൂപ്പ് തെറാപ്പീസ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, പേഴ്സൺ സെന്റർഡ് തെറപ്പികളുടെ താഴെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ സെന്റർഡ് തെറപ്പികൾ പല ഡിവിഷൻസ് ഉണ്ട്. പേഴ്സൺ സെന്റേർഡ് CBT അപ്രോച്ച്, അല്ലെങ്കിൽ പേഴ്സൺ സെന്റേർഡ് ഗ്രൂപ്പ് തെറപ്പി, അതൊക്കെ മറ്റ് തെറപ്പികളിലായിട്ട് ഈ പറയുന്ന പേഴ്സൺ സെന്റേർഡ് തിയറികളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അസംഷൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? പേഴ്സൺ സെന്റേർഡ് തെറപ്പികളുടെ അസംഷൻസ് മറ്റേത് തെറപ്പിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലും സെയിം തന്നെയായിരിക്കും. റിൻസി കേൾക്കാൻ വയ്യ. ഹലോ റിൻസി, പറയാമോ ഒന്നൂടെ? കേക്കാം, ഇച്ചിരി അടുത്ത് വെച്ച് പറയൂ. അതായത് ഈ പറഞ്ഞ ഗ്രൂപ്പ് തെറാപ്പി അതുപോലെ തന്നെ കോഗ്നിറ്റീവ് തെറാപ്പീസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണോ? അല്ലല്ല, ഗ്രൂപ്പ് തെറപ്പികളും CBTകളും ഒക്കെ പല ഡിഫറെന്റ് തെറപ്പി അപ്രോച്ചുകൾ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന സെഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒരിക്കലും ഗ്രൂപ്പ് തെറപ്പിയും CBTയും ഒരേ രീതിയിലുള്ള സാധനങ്ങളല്ല.
CBT ഓറിയന്റഡ് ഇതിൽ പേഴ്സൺ സെന്റേഡ് തെറാപ്പി ഇൻക്ലൂഡ് ചെയ്യാന്നാണോ പറയുന്നത്? ഈ കൊഗ്നേറ്റീവ് തെറാപ്പിയിലും തെറാപ്യൂട്ടിക് പ്രോസസ് CCTയിലൊക്കെ ഈ പേഴ്സൺ സെന്റേഡ് തെറാപ്പി ഇൻക്ലൂഡ് ചെയ്യാന്നാണോ പറയുന്നത്? ഓക്കെ, ഞാൻ കുറച്ചിങ്ങനെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പേഴ്സൺ സെന്റേഡ് സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു തെറപ്യൂട്ടിക് അപ്രോച്ച് ആണ്. ഓക്കെ, അതൊരു. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ ഗ്രൂപ്പ് തെറപ്പിയിലേക്ക് ഗ്രൂപ്പ് തെറപ്പികൾ തന്നെ പല രീതിയിലാണ്. ഇപ്പൊ എക്സിസ്റ്റൻഷ്യൽ തെറപ്പി ഓറിയന്റഡ് ഗ്രൂപ്പ് തെറപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഗ്രൂപ്പ് കൗൺസിലിംഗ്, എക്സിസ്റ്റൻഷ്യൽ ഗ്രൂപ്പ് തെറപ്പി എന്ന് പറയാം, പേഴ്സൺ സെന്റേഡ് ഗ്രൂപ്പ് തെറപ്പി എന്ന് പറയാം. കാരണം അത് ഗ്രൂപ്പ് തെറപ്പി എന്തോ ഒരു മൊഡാലിറ്റിയാണ്. അതായത് ഇൻഡിവിജ്വൽ തെറപ്പിക്ക് പകരം അവിടെ എന്ത് ചെയ്യുന്നു, കുറച്ച് ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന തെറപ്യൂട്ടിക് അപ്രോച്ച് ഈ പറയുന്ന പോലെ പേഴ്സൺ സെന്റേഡ് ആണ് എങ്കിൽ അതിനെ നമ്മൾ പേഴ്സൺ സെന്റേഡ് ഗ്രൂപ്പ് തെറപ്പി എന്ന് വിളിക്കും. എങ്ങനെ ഗ്രൂപ്പ് തെറപ്പി ആയിട്ട് ഇപ്പൊ പേഴ്സൺ സെന്റേഡ് തിയറിനെ ഇന്റഗ്രേറ്റ് ചെയ്തെന്ന് മനസ്സിലായോ? അത് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, ചോദിച്ചോ. കേൾക്കുന്നില്ലല്ലോ. ഹലോ സർ, പിന്നെ ഇതിൽ ഇൻകോൺഗ്രൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആങ്സൈറ്റി ഒക്കെ അതിനെയല്ലേ നമ്മൾ തെറാപ്പി കൊടുക്കുന്നത്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇൻകോൺഗ്രുവൻസ് ഇപ്പൊ നമ്മൾ പേഴ്സൺ സെന്റർ തെറപ്പിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സെൽഫും ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള ഒരു ഡിസ്ക്രിപ്പൻസി വിളിക്കുന്ന പേരാണ് ഇൻകോൺഗ്രുവൻസ്. അവർ തന്നെ പറയുന്നുണ്ട് ഈ ഇൻകോൺഗ്രുവൻസ് കാരണമാണ് ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള സൈക്കോപത്തോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടാകുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈക്കോപത്തോളജിക്കൽ ഇഷ്യൂസിൽ വരുമ്പം നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസിനെ ട്രീറ്റ് ചെയ്യുക. കോസ് എന്താണ്? ഡിസ്ക്രിപ്പൻസി ആണ്. അപ്പൊ ഡിസ്ക്രിപ്പൻസി കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ സോക്കോൾഡ് അതർ സിംറ്റംസും ഭേദപ്പെടും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഇനിയും വരുന്നുണ്ട് തെറപ്പികൾ, അപ്പം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആക്കി പോവാം. ഇനി വരുന്ന കുറെ സെഷൻസിലൊക്കെ ധാരാളം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ക്ലയന്റ് സെന്റേഡ് സ്റ്റേജ്, പേഴ്സൺ സെന്റേഡ് സ്റ്റേജ്. പേഴ്സൺ ഹിയർ മീൻസ് ക്ലയന്റ്, രണ്ടും ഒന്ന് തന്നെയാണ്. ക്ലയന്റ് എന്നും പേഴ്സൺ എന്നൊക്കെ വിളിക്കുന്ന ഒരേ അപ്രോച്ച്, ഒരു അപ്രോച്ചിന്റെ പല പേരുകളാണേ ഉള്ളൂ. ക്ലയന്റ് സെന്റേഡ് അപ്രോച്ച്. സർ, അത് 4 സ്റ്റേജസ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, ക്ലയന്റ് സെന്റേഡ് സ്റ്റേജ് ആൻഡ് പേഴ്സൺ സെന്റേഡ് സ്റ്റേജ്. അതാണ് ഇപ്പൊ നമ്മൾ ആദ്യം യൂഷ്വലി രണ്ടിന്റെയും ഡൈനാമിക്സ് സെയിം തന്നെയാണ്. ഇപ്പൊ ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് 4 സ്റ്റേജസ്: ഡെവലപ്മെന്റൽ സ്റ്റേജ്, നോൺ ഡയറക്റ്റീവ് സ്റ്റേജ്, ക്ലയന്റ് സെന്റേഡ് സ്റ്റേജ് ആൻഡ് ദ പേഴ്സൺ സെന്റേഡ് സ്റ്റേജ്. ഇത് പേഴ്സൺ സെന്റേഡ് തെറപ്പിയുടെ 4 സ്റ്റേജുകളുടെ അപ്രോച്ച് അവർ പറഞ്ഞിട്ടുള്ളത്. 4 ഘട്ടങ്ങളാണ്. പേഴ്സൺ സെന്റേഡ് സ്റ്റേജും എന്താണ് ഡിഫറൻസ് ഇല്ല? രണ്ടും ഒന്നാണെങ്കിൽ അത് 2 സ്റ്റേജസ് ആവുന്ന എങ്ങനെയാണെന്നാണ് അതായിരുന്നു ഡൗട്ട്. അതായത് അതിന്റെ ഉള്ളിൽ നടക്കുന്ന തെറപ്പി പ്രോസസ്സിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ സ്റ്റേജിന്റെ ടൈറ്റിലുകളാണ് ഇവർ ഉദ്ദേശിച്ചത്: ഡെവലപ്മെന്റൽ സ്റ്റേജ്, നോൺ ഡയറക്റ്റീവ് സ്റ്റേജ്, ക്ലയന്റ് സെന്റേഡ് സ്റ്റേജ് ആൻഡ് പേഴ്സൺ സെന്റേഡ് സ്റ്റേജ്. അപ്പൊ ഒരു കാര്യം ഓർക്കുക, പേഴ്സൺ സെന്റേഡ് തെറപ്പി എന്നോ ക്ലയന്റ് സെന്റേഡ് തെറപ്പി എന്ന് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ കാര്യം തന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ 4 സ്റ്റേജുകളിൽ പറയുമ്പം, 4 സ്റ്റേജുകളായിട്ട് പറയുമ്പം ഇതിൽ നടക്കുന്ന തെറപ്പി പ്രോസസ്സിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് വരുന്ന സെഷൻസിലൊക്കെ സ്പെസിഫിക് ആയിട്ട്. അപ്പൊ നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈറ്റ് ഓറിയന്റഡ് തെറപ്പിനെ കുറിച്ചുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ബിഹേവിയർ തെറപ്പികളാണ്. ബിഹേവിയർ തെറപ്പികളെ കുറിച്ച് പറയുമ്പം ഇപ്പം ഒരു ബോക്സിൽ ഞാൻ എഴുതിയേക്ക് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുകയാണ്. In insight therapies, symptoms reflect underlying problems. In behavior therapy, the symptoms are the problems. ചെറിയൊരു വ്യത്യാസം അവർ പറയുന്നുണ്ട്. ഈവൻ ദോ ബിഹേവിയർ തെറപ്പി ഒരു ഇൻസൈറ്റ് ഓറിയന്റഡ് സൈക്കോതെറപ്പി അപ്രോച്ചുകൾ വന്നാലും നമ്മൾ പറയുകയാണ് ഇൻസൈറ്റ് തെറപ്പികൾ, ഇപ്പോൾ മുൻപ് പറഞ്ഞിട്ടുള്ള 4 ഇൻസൈറ്റ് തെറപ്പികളിലും അവർ പറയുന്നത് സിംറ്റംസ് യൂഷ്വലി റിഫ്ലക്ട് ദ അണ്ടർലൈൻ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ പേഴ്സൺ സെന്റർ തെറപ്പി പഠിച്ചു പറഞ്ഞില്ലേ, ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്നത് വലിയ ചുരുക്കം മറ്റൊരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആൻസൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഇൻകോൺഗ്രുവൻസ് കാരണം വരുന്നു. അപ്പൊ ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ എന്താണ്? സിംറ്റം ആണ്. അത് അണ്ടർലൈൻ പ്രോബ്ലം ഉണ്ട്. അണ്ടർലൈൻ പ്രോബ്ലം ആണ് എന്ത്? ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. റിയൽ സെൽഫ് ഐഡിയൽ സെൽഫ് തമ്മിലുള്ള അന്തരം, ഡിസ്റ്റൻസ് കൂടുന്നു, അതിനാണ് ഇൻകോൺഗ്രുവൻസ്. അത് കാരണമാണ് ഡിപ്രഷനും ആൻസൈറ്റിയും വരുന്നത്. അതാണ് ഇൻസൈറ്റ് തെറപ്പി. അപ്പൊ ഇൻസൈറ്റ് തെറപ്പി പോലെ തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് ബിഹേവിയർ തെറപ്പി. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവർ ഇൻസൈറ്റ് കൊടുക്കുന്നത് ബിഹേവിയർ തെറപ്പിയിൽ സിംറ്റംസിലേക്കാണ്. കാരണം സിംറ്റംസ് ആണ് പ്രശ്നങ്ങൾ, സിംറ്റംസ് ആർ ദ പ്രോബ്ലം. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ സിംറ്റംസ് ആൻഡ് ലെറ്റ് us give insight to the symptoms. അതാണ് ബിഹേവിയർ തെറപ്പി. എന്നാൽ മറ്റ് ഇൻസൈറ്റ് തെറപ്പികളിൽ
അവര് സിംറ്റംസിനല്ല, സിംറ്റംസിന്റെ അകത്ത് മറ്റൊരു കോസൽ ഫാക്ടർ ഉണ്ടെന്നും അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ കുഞ്ഞു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ബിഹേവിയർ തെറപ്പികളിൽ ചില സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ഹാബിറ്റ് ഡിസോർഡേഴ്സ് ഉണ്ട്, ചില അല്ലെങ്കിൽ ഇമ്പൾസ് ഡിസോർഡേഴ്സ് ഉണ്ട് ചിലതല്ല. അപ്പൊ അതിലൊക്കെ അവർ ബേസിക്കലി പറയുന്നത് ഈ നിങ്ങളുടെ എന്ത് ഹാബിറ്റ് ആണ് നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങളുടെ സിംറ്റം ആയിട്ടുള്ളത്, അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. അല്ല അണ്ടർലൈൻ കോസിനെ കുറിച്ച് അവർ പോകുന്നില്ല. അണ്ടർലൈൻ കോസ് എന്ന് പറയുന്നത് സിംറ്റംസ് ആർ ദ പ്രോബ്ലം, സോ ലെറ്റ്സ് ട്രീറ്റ് ദ സിംറ്റംസ്. അതാണ് ബിഹേവിയറൽ തെറപ്പികൾ നോക്കുന്നത്. ബിഹേവിയറൽ കോഗ്നിറ്റീവ് തെറപ്പികൾ അല്ല, ബിഹേവിയറൽ തെറപ്പി എന്ന് പറയുന്ന മറ്റൊരു ശാഖയുണ്ട്. അതാണ് ഇവർ പറയുന്നത്. അവര് ബിഹേവിയർ അഥവാ പെരുമാറ്റങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് 3 അസംഷൻസ് ഉണ്ട്. ഒന്ന്, ദ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ലേണിംഗ്. അതായത് ഇപ്പൊ പ്രശ്നമായിട്ടുള്ള എന്ത് ബിഹേവിയർ ആയിക്കൊള്ളട്ടെ അത് ലേൺ ചെയ്തെടുത്തതാണ് എന്ന മനസ്സിലാക്കലാണ് ഒന്നാമത്തെ അസംഷൻ. നമ്മൾ ലേണിംഗ് ആൻഡ് മെമ്മറിയോ അല്ലെങ്കിൽ ലേണിംഗ് തിയറീസോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് ഇതൊക്കെ പറഞ്ഞിട്ട് പല പേപ്പറുകളിലായിട്ട് നിങ്ങൾ ചിലപ്പം എന്താണ് ഇഗ്നോ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ടോ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിഹേവിയർ ലേൺ ചെയ്തെടുക്കുന്നു. അപ്പൊ ആ ബിഹേവിയർ പ്രോബ്ലമാറ്റിക് ആണെങ്കിൽ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ ഈസ് ലേൺഡ്. ക്ലിയർ ആയോ? ഇത് മനസ്സിലായാലും നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോകാം. അപ്പൊ അഡിക്ഷൻ നോക്കൂ. അഡിക്ഷൻ ലേൺഡ് ബിഹേവിയർ ആയിട്ടാണ് വരുന്നത്. കാരണം ആ അഡിക്റ്റീവ് ബിഹേവിയർ പലപ്പോഴും റീഇൻഫോഴ്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് പിന്നെയും പിന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഞാനത് തിയറീസ് ഓഫ് ലേണിംഗിലേക്ക് പോകുന്നില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയർ എപ്പോഴെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും തിയറീസ് ഓഫ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് എന്താ, പണിഷ്മെന്റ് എന്താ, ഇതൊക്കെ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ കാര്യം റീഇൻഫോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഉക്വർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടും. റീഇൻഫോഴ്സ്മെന്റ് വഴിയാണ് പല ബിഹേവിയർസ് നമ്മൾ ലേൺ ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ ലേൺ ചെയ്തിട്ടുള്ളത് ലേണിംഗ് വഴിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് എല്ലാം ലേൺഡ് ആണെങ്കിൽ രണ്ടാമത്തെ കാര്യം അപ്പോൾ OCDക്ക് തെറപ്പി കൊടുക്കാവൂ. OCDക്ക് കൊടുക്കുന്ന തെറപ്പിയുടെ പേരാണ് എക്സ്പോഷർ ERP, റിലാപ്സ് പ്രിവെൻഷൻ തെറപ്പി. ഇത് CBT ഓറിയന്റഡ് ആണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ ഓറിയന്റഡ് ആണ്. ബിഹേവിയർ തെറപ്പി മാത്രമല്ല, അത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി ഓറിയന്റഡ് ആണ് OCDക്ക് കൊടുക്കുന്ന ERP തെറപ്പി ഒക്കെ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിഹേവിയർ ലേൺ ചെയ്തു എന്നാണെങ്കിൽ ആ ബിഹേവിയറിനെ നമുക്ക് അൺലേൺ ചെയ്യാനും പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ലേണിംഗിലെ എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബിഹേവിയറിന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് കുറയ്ക്കുന്നേ. നെഗറ്റീവ് പണിഷ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഇവർ പറയുന്നത്. ഒരു പ്രോബ്ലമാറ്റിക് ബിഹേവിയർ പലപ്പോഴും ലേണിംഗിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിച്ച കാര്യത്തെ അൺലേൺ ചെയ്യാനും പറ്റും. അതാണ് രണ്ടാമത്തെ അസംഷൻ. മൂന്നാമത്തെ അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞല്ലോ. ഈ പ്രോബ്ലമാറ്റിക് ലേൺഡ് ബിഹേവിയർ കുറച്ച് കഴിയുമ്പം എക്സ്റ്റൻഷൻ സംഭവിക്കും. എങ്ങനെ? എക്സ്റ്റിങ്ക്യൂഷ്ഡ് ഓവർ ടൈം. എങ്ങനെ? റീഇൻഫോഴ്സ്മെന്റ് കുറച്ച് കഴിഞ്ഞാൽ. റീഇൻഫോഴ്സ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ലേണിംഗ് തിയറികൾ നമ്മൾ പഠിക്കുമ്പോൾ ചില ബിഹേവിയർ റീഇൻഫോഴ്സ്ഡ് ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് റീഇൻഫോഴ്സ്മെന്റ് എടുത്തു മാറ്റി. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി ഓഫ് റെപ്പിറ്റീഷൻ കുറഞ്ഞു, അത് എക്സ്റ്റിങ്ക്യൂഷ്ഡ് ആയിപ്പോയി, അഥവാ അത് എക്സ്റ്റിൻഡ് ആയിപ്പോയി. അപ്പൊ നമ്മൾ പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് എടുത്തു മാറ്റണം എന്ന്. 3 അസംഷൻസ് ക്ലിയർ ആയോ? ഒന്നുകൂടെ വായിച്ചു നോക്കി എല്ലാവരും. 3 അസംഷൻസും ക്ലിയർ ആയോ? Problematic behavior is a product of learning. Learned behavior can be unlearned. Problematic behavior can be extinguished over time, by reducing or taking away the reinforcements. Clear ആണോ? എല്ലാരും എന്തി പോയോ? 10 മണിയുടെ ഉറക്കത്തിലാണോ? കുറച്ച് ഡ്രൈ ആയിരിക്കാം ബിഹേവിയർ തെറപ്പികളൊക്കെ, പക്ഷെ തിയറി മനസ്സിലാക്കി. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് പോവാം. പക്ഷെ ബേസിക്സ് നമ്മൾ തറവാകാതെ മുന്നോട്ട് പോയാലും കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ ബേസിക്സ് അല്ലേ? നമ്മൾ തെറപ്പിയുടെ ഇൻഡെപ്ത് ഒന്നും പഠിക്കുന്നില്ലല്ലോ. അതായത് ബിഹേവിയർ തെറപ്പിയുടെ കീറി മുറിച്ചോ നമ്മളിപ്പോൾ നോക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അത്രയും മതി. ഇപ്പം നമുക്ക് പിന്നീട് തിയറികളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാനുണ്ട്. അപ്പൊ നമുക്ക് കേസസ് ഒക്കെ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പക്ഷെ അസംഷൻസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനി ചോദിക്കട്ടെ, ഒരു റിവിഷൻ പെട്ടെന്ന് ചോദിക്കാം.
എക്സിസ്റ്റൻഷ്യൽ തെറപ്പിയുടെ നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഒരു അസംഷൻ പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് സൈക്കോതെറപ്പി, എക്സിസ്റ്റൻഷ്യൽ എന്ന വാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ഒറ്റ അസംഷൻ ഓർക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞ്? ഓക്കെ, എക്സിസ്റ്റൻഷ്യൽ വിട്ടോ. എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസം പറയുകയാണെങ്കിൽ നിങ്ങൾ പേഴ്സൺ സെന്റർ തെറപ്പി എടുത്തോ. പേഴ്സൺ സെന്റർ തെറപ്പിയുടെ അസംഷൻ പറഞ്ഞേ. റിമീസ പറഞ്ഞ പോലെ നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ തെറപ്പിയിൽ ഒരു അസംഷൻ ആണ് ഒതന്റിക് ലിവ്. എവരിവൺ ഈസ് ട്രൈങ് ടു live in an authentic life and they have difficulties with it. Okay. പേഴ്സൺ സെന്റേർഡിൽ എന്ന് പറഞ്ഞ അത് തന്നെ. പേഴ്സൺ സെന്റേർഡിൽ ഒരു അസംഷൻ ആണ് ഹ്യൂമൻസ് ആർ ബേസിക്കലി ഗുഡ് ബൈ നേച്ചർ. വെരി ഗുഡ് പേഴ്സൺ. ഓക്കെ, ഹ്യൂമൻസ് ആർ ബേസിക്കലി ഗുഡ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞതാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോതെറപ്പിയിലെ അല്ലെങ്കിൽ പേഴ്സൺ സെന്റേർഡ് അപ്രോച്ചിലെ ഒരു അസംഷൻ. ഈ ഹ്യൂമനിസ്റ്റിക് എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പം ഞാൻ ക്ലിയർ ആക്കി തരാം. പേഴ്സൺ സെന്റേർഡ് അപ്രോച്ച് ഒക്കെ ഹ്യൂമനിസ്റ്റിക് എന്ന് പറഞ്ഞ വലിയൊരു അംബ്രല്ലയുടെ കീഴിൽ വരുന്ന ഒരു അപ്രോച്ചാണ് കേട്ടോ. ഓക്കെ, ബിഹേവിയർ തെറപ്പിയുടെ 3 അസംഷൻസും എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ആരോ ചോദിച്ച പോലെ മേജർ ആയിട്ടുള്ള ബിഹേവിയർ തെറപ്പി അപ്രോച്ചുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, അവേർഷൻ തെറപ്പി, സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, അതൊക്കെയാണ്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്താന്ന് പറയാം. ഫോബിയ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ആരെങ്കിലും ഒക്കെ? ഫോബിയ ഈ ഫോബിയ എന്ന് പറയുന്ന സാമാന്യത്തിന് കൊടുക്കുന്ന ഒരു തെറപ്പി അപ്രോച്ചാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എനിക്ക് ഒരു വസ്തുവിനോട് അകാരണമായിട്ടുള്ള ഒരു ഭയം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് എന്താണ് പൂച്ചയെ ഭയങ്കര പേടിയെന്ന് വിചാരിച്ചോ. പേടി എന്ന് വെച്ചാൽ യൂഷ്വൽ പേടിയല്ല, വളരെ അകാരണമായിട്ടുള്ള ഭയമാണ്. ഇവൻ പൂച്ച എന്നൊരു വാക്ക് കേൾക്കുന്ന പോലെ എന്നെ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. എനിക്ക് വല്ലാത്തൊരു പേടി വരുന്നുണ്ട്, ഒരു ആന്തൽ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനിൽ ചെയ്യുന്നത് മേ ബി ആദ്യം എന്നോട് പറയുന്നത് ചിലപ്പം പൂച്ചേനെ കുറിച്ച് വിചാരിക്കാനായിരിക്കും. ഒരു പൂച്ചയുടെ ചിത്രം വിചാരിക്കാനായിരിക്കും പറയുന്നത്. എന്നിട്ട് റിലാക്സേഷൻ പഠിപ്പിക്കും എന്നെ. പക്ഷെ റിലാക്സേഷൻ പഠിപ്പിച്ചിട്ടായിരിക്കും എന്നെ ഒരു പൂച്ചയുടെ ചിത്രം മനസ്സിൽ ആലോചിക്കാൻ പറ്റുക. ഫസ്റ്റ് റിലാക്സേഷൻ പഠിപ്പിക്കും, പൂച്ചയുടെ ചിത്രം ആലോചിക്കാൻ പറയും. പിന്നെ അതിനെ കുറച്ചുകൂടെ സിവിയറിറ്റി കൂട്ടി വരുമ്പോൾ ചിലപ്പം ചിത്രം മനസ്സിലൊരു പൂച്ചേനെ ആലോചിക്കാൻ പറയും, പിന്നെ പൂച്ച മടിയിലിരിക്കുന്ന ആലോചിക്കാൻ പറയും, പൂച്ച അടുത്തിരിക്കുന്ന ആലോചിക്കാൻ പറയും. എന്നിട്ട് പിന്നെ കുറച്ച് നേരം പൂച്ചയുടെ ചിത്രം കാണിക്കും. എന്നിട്ട് കുറച്ച് നേരം പൂച്ചയുടെ കുറച്ചുകൂടെ ചിത്രത്തിന്റെ ഡിസ്റ്റൻസ് കൂട്ടി വരും, പൂച്ചയുടെ ചിത്രത്തിൽ തൊടാൻ പറയും. പിന്നെ അകലങ്ങളിൽ ഒരു പൂച്ചേനെ പോയി നേരിട്ട് കാണാൻ പറയും. പിന്നെ പൂച്ചേനെ കുറച്ചുകൂടെ അടുത്ത് പോയി നിൽക്കാൻ പറയും. പിന്നെ കേജിലുള്ള പൂച്ചേനെ കാണാൻ പറയും. പിന്നെ കുറച്ചുകൂടെ തൊട്ട് നോക്കാൻ പറയും. അങ്ങനെ അതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. അപ്പൊ അത് പറയുന്ന വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് റെസിപ്രോക്കൽ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു വ്യക്തിക്ക് ടെൻസ്ഡ് ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും ഒരേ സമയം നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻസ്ഡ് ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും ഒരേ സമയം നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ഒരു സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷന്റെ ബേസിക് അസംഷൻ. അപ്പൊ റിലാക്സേഷൻ കൊടുത്ത് നമ്മൾ അതിനോടുള്ള ഫിയർ മാറ്റിയെടുക്കുന്നതാണ്. അവേർഷൻ തെറപ്പി വർക്ക്സ് ഓൺ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്. അതായത് അവേഴ്സീവ് സ്റ്റിമുലസ് കൊടുക്കുക. എനിക്കൊരു ബിഹേവിയർ നിർത്തണമെങ്കിൽ ആ ബിഹേവിയർ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അവേഴ്സീവ് ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? അതുമായിട്ടുള്ള അസോസിയേറ്റ് ഫോം ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? ഒരു അവേർഷൻ ഡെവലപ്പ് ചെയ്യും. അതാണ് അവേർഷൻ തെറപ്പി. അത് ക്ലാസിക്കൽ കണ്ടീഷനാണ്. ഞാൻ ഒപ്പാരന്റ് കണ്ടീഷൻ, ക്ലാസിക്കൽ കണ്ടീഷനാണ് കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് പറ്റി. ക്ലാസിക്കൽ കണ്ടീഷനാണ്, ഒപ്പാരന്റ് കണ്ടീഷനിങ് അല്ല. അതായത് ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാവുന്നത്. ഒരു കുഞ്ഞു എക്സാമ്പിൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറയാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് ബേസ്ഡ് ഓൺ അസോസിയേഷൻ, വേറസ് ഒപ്പാരന്റ് കണ്ടീഷനിങ് ഈസ് ബേസ്ഡ് ഓൺ കോൺസിക്വൻസസ്. അല്ലേ? മറ്റേ പൗലോടെ പട്ടിയൊക്കെ എങ്ങനെ വായിൽ വെള്ളം വന്നേ? അത് അസോസിയേഷൻ ആണ്. മണിയും ഫുഡും തമ്മിലുള്ള അസോസിയേഷൻ ആണ്. എന്നാൽ നമുക്കറിയാം ചില സ്കിന്നർ കേജിലെ ബേർഡ് അല്ലെങ്കിൽ എലിയൊക്കെ എങ്ങനെയാ ഒരു ലിവർ അമർത്തി ഫുഡ് കിട്ടിയേ? ലിവർ അമർത്തിയാൽ എനിക്ക് ഫുഡ് വരും, ബേസ്ഡ് ഓൺ കോൺസിക്വൻസസ്. അങ്ങനെ ലിവർ അമർത്തുന്ന ശീലം കൂടി വരുന്നത്. അപ്പൊ അവേർഷൻ തെറപ്പി വർക്ക് ചെയ്യുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റിമുലസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ അസോസിയേറ്റ് ചെയ്യാണ്. നെഗറ്റീവ് അവേഴ്സീവ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ അസോസിയേറ്റ് ചെയ്യുന്നു. അവേഴ്സീവ് സ്റ്റിമുലസിന് പല ഉദാഹരണങ്ങളുണ്ട്. ചിലതൊക്കെ നോഷ്യസ് ആയിട്ടുള്ള ചില ഗ്യാസുകൾ ആഡ് ചെയ്യുക, അതൊക്കെ എന്നെ പണ്ട് കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആരും അവേർഷൻ തെറപ്പികൾ ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് അൺഎത്തിക്കൽ ടു പ്രാക്ടീസ്. അതുകൊണ്ട് നമ്മളാരും അവേർഷൻ തെറപ്പി ഇപ്പം എങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നില്ല.
സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്ന മറ്റൊരു സാധനമുണ്ട്. സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് ഉള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. അത് വർക്ക് ചെയ്യുന്ന അപ്പാരന്റ് കണ്ടീഷനിങ്ങിന്റെ പ്രിൻസിപ്പിളിലാണ്. അതായത് ഡിസൈറബിൾ ആയിട്ടുള്ള ടാർഗറ്റ് ബിഹേവിയർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഡിസൈറബിൾ ആയിട്ടുള്ള ടാർഗറ്റ് ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ആ പർട്ടിക്കുലർ ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പം മേജർ ബിഹേവിയർ തെറപ്പികൾക്ക് ഉദാഹരണമാണ് സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ, അവേർഷൻ തെറപ്പി, സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എക്സെട്ര. ഇനിയിപ്പം നമുക്ക് ഒരു ഇൻസൈറ്റ് ഓറിയന്റഡ് തെറപ്പികൾ നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർപേഴ്സണലുടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജസ്റ്റാൾട്ട് തെറപ്പി പേൾസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇവർ പറഞ്ഞ ഒരു വ്യക്തിയെ മൊത്തത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നൊരു കാര്യം കൊണ്ടുവന്ന ജസ്റ്റാൾട്ട് തെറപ്പിയാണ്. അപ്പം ഇതിൽ കൂടുതലായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കൊക്കെ അടിത്തറയിടുന്നത് എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുകളൊക്കെയാണ് ജസ്റ്റാൾട്ട് തെറപ്പിക്ക്. ഓക്കെ, അവർ കുറച്ച് എക്സ്പീരിയൻഷ്യൽ സൈക്കോതെറപ്പിയാണ് അവർ നടത്തുന്നത് ജസ്റ്റാൾട്ട് തെറപ്പി എന്ന് പറഞ്ഞത്. അതായത് അവർ കൂടുതൽ പോയാൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദേ ഫോക്കസ് ഓൺ ദ ക്രിയേറ്റീവ് ആസ്പെക്ട് ഓഫ് ദ പീപ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് ദ പ്രോബ്ലമാറ്റിക് പാർട്സ്. ആ വ്യക്തിയുടെ പ്രോബ്ലമാറ്റിക് പാർട്സിനേക്കാൾ അവർ ക്രിയേറ്റീവ് ആസ്പെക്ട്സിലേക്ക് നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവർ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത്, എക്സ്പീരിയൻഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള സൈക്കോതെറപ്പി അപ്രോച്ചിലേക്ക് പോകുന്നത്. ജസ്റ്റാൾട്ട് ഈ നിങ്ങൾ കേട്ടിട്ടുണ്ട് എംപ്റ്റി ചെയർ ടെക്നിക് എന്നൊക്കെ. ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ജസ്റ്റാൾട്ട് തെറപ്പിക്കാരാണ്. അപ്പൊ അവർക്ക് കൂടുതലും ഹിയർ ആൻഡ് നൗ പ്രിൻസിപ്പിളാണ്. അപ്പൊ അതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് പ്രസന്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ പാസ്റ്റ്. ഹിയർ ആൻഡ് നൗ പ്രിൻസിപ്പിൾസ്, അതാണ് ജസ്റ്റാൾട്ട് തെറപ്പി. എക്സ്പീരിയൻഷ്യൽ ഓറിയന്റഡ് ആണ്. അനുഭവങ്ങളിൽ നിന്നൊക്കെ കുറെയൊക്കെ ചെയ്തെടുക്കുന്ന തെറപ്പികളിൽ തന്നെ പല പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എക്സ്പീരിയൻഷ്യൽ സൈക്കോതെറപ്പി. റോൾ പ്ലേ വരും, എംപ്റ്റി ചെയർ വരും, അങ്ങനെയൊക്കെ. അതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വഴിയെ പറയാം. പക്ഷേ ഒരു വ്യക്തിയെ മൊത്തത്തിൽ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തെറപ്പി അപ്രോച്ചാണ് ജസ്റ്റാൾട്ട് തെറപ്പി. അത് വ്യക്തികളുടെ പ്രശ്നത്തെക്കാളും അപ്പുറത്തേക്ക് അവരുടെ ക്രിയേറ്റീവ് ആസ്പെക്ട്സിനെ നോക്കുന്നത്. അതുപോലെ തന്നെ പ്രസന്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഫോർ ദം ദാൻ ദ പാസ്റ്റ്. ഈ 3 അസംഷൻസ് ക്ലിയർ ആയോ ജസ്റ്റാൾട്ട് തെറപ്പിയുടെ? കത്തുന്നുണ്ടോ നിങ്ങൾക്ക്? അത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിന്ന് ഓടിപ്പോയോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്കുള്ളത് ഒന്നും കൂടെ ഉണ്ട്. ഓക്കെ, ജസ്റ്റാൾട്ട് തെറപ്പി കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പിയാണ്. ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പിയുടെ ഒരു ഡിപ്രഷൻ തിയറികളുടെ ഇന്റർപേഴ്സണൽ ആസ്പെക്റ്റിലേക്ക് നോക്കിയാലേ ഒരു ഡെഫിനേഷൻ അവർ പറയുന്നുണ്ട്. അത് ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റും ഡെഫിസിറ്റ്സും ഒക്കെ വരുമ്പോഴാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരിത് കണ്ടുപിടിച്ചപ്പം ഇന്റർപേഴ്സണൽ ഡിസ്പ്യൂട്ട്സ്, ഇന്റർപേഴ്സണൽ റോൾ ട്രാൻസിഷൻസ്, ഗ്രീഫ്, പിന്നെ റോൾ കൺഫ്യൂഷൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരുന്നതെന്നാണ് ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പിയുടെ അസംഷൻ. ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരുന്ന ഒട്ടുമിക്ക എല്ലാ സൈക്കോ പത്തോളജിയുടെ ഒരു അണ്ടർലൈൻ കോസ് ആയിട്ട് ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി പറയുന്നത് നമുക്ക് മറ്റു വ്യക്തികളുമായിട്ടുള്ള ഇന്റർപേഴ്സണൽ ഇഷ്യൂസിൽ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്. ക്ലിയർ ആയോ? ഇത് പേര് പോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി. ഓക്കെ, അപ്പൊ അതൊരു സൈക്കോതെറപ്പി അപ്രോച്ചാണ്. ഇന്റർപേഴ്സണൽ രണ്ടോ അതിലധികം വ്യക്തികൾ തമ്മിലുള്ള ഒരു റോൾ ഡൈനാമിക്സിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണ് സൈക്കോപത്തോളജി ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അതിനെ ഹീൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ എൻഹാൻസ് ചെയ്യുക, അതാണ് ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, 3-4 എണ്ണേ ഉള്ളൂ. നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്തേക്കണം, മാത്രമെങ്കിലും നോക്കാമോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. മൂഡ്സ് ആൻഡ് ഇവന്റ്സ് ഇൻ ദ ഇന്റർപേഴ്സണൽ വേൾഡ് ആർ ഇന്റർഡിപെൻഡന്റ്. അതായത് ഇന്റർപേഴ്സണൽ വേൾഡിലുള്ള, ഇന്റർപേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഒരു ചുറ്റുവട്ടത്തുള്ള നമ്മളും മറ്റു വ്യക്തിയും തമ്മിലുള്ള 2 പേരുണ്ടല്ലോ, അതാണ് ഇന്റർപേഴ്സണൽ. ഇന്റർപേഴ്സണൽ ലോകത്തുള്ള ഇമോഷൻസും ഇവന്റ്സും ഒക്കെ ഇന്റർഡിപെൻഡന്റ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടിട്ടിരിക്കുകയാണ്. അതെങ്ങനെ ക്ലിയർ ആണല്ലോ? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളിലെ നമ്മുടെ മൂഡ്സും ഇവന്റ്സും ഒക്കെ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ ഡിപ്രഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ആണ് 2ാമത്തെ പോയിന്റ്.
മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇന്റർപേഴ്സണൽ ഫംഗ്ഷനിങ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂഡും ഇംപ്രൂവ്ഡ് ആയിക്കോളും എന്നാണ് ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി പറയുന്നത്. നമ്മുടെ ഇന്റർപേഴ്സണൽ ഫംഗ്ഷനിങ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ മൂഡ് ഡെവലപ്പ് ആയിക്കോളും എന്നാണ് ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി പറയുന്നത്. അവർ പ്രധാനമായിട്ട് പറയുന്ന 4 കാര്യങ്ങളാണുള്ളത്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഗ്രീഫ് ഉണ്ടാവും, റോൾ ഡിസ്പ്യൂട്ട്സ്, റോൾ ട്രാൻസിഷൻ, ഇന്റർപേഴ്സണൽ ഡെഫിസിറ്റ്സ്. ഇന്റർപേഴ്സണൽ ഡെഫിസിറ്റ്സ് ഉണ്ടാവും, റോൾ ട്രാൻസിഷൻസ് ഉണ്ടാകും, റോൾ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകും, ഗ്രീഫ് ഉണ്ടാവും. ഈ 4 കാര്യങ്ങളാണ് 4 ഏരിയാസ് ആണ് ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി അവർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി ഒരു ടൈം ലിമിറ്റഡ് ടാസ്ക് ആണ്. ജസ്റ്റാൾഡ് തെറപ്പി പോലെ തന്നെ ഹിയർ ആൻഡ് നൗ ഫോക്കസ് ആണ്. പ്രസന്റിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദാൻ ദ പാസ്റ്റ്. ജസ്റ്റാൾഡ് തെറപ്പി പോലെ തന്നെ ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രസന്റിലാണ്, ഹിയർ ആൻഡ് നൗ, പാസ്റ്റിനേക്കായി. ടൈം ലിമിറ്റഡ് ആണ് ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഇനി നമുക്കൊരു ഒറ്റ ടെക്നിക്കോടെ നോക്കാനുള്ളൂ. പക്ഷെ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങൾക്ക് ഇത്രയും ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പിയെ കുറിച്ച് തറോ ആയിട്ട് മനസ്സിലായി എന്നുള്ളത്. ടെക്നിക് ഓഫ് ഇന്റർപേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റീവ് ആൻഡ് നോൺ ഡയറക്റ്റീവ് എക്സ്പ്ലോറേഷൻ ആണ്. ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തേക്കാൻ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നോൺ ഡയറക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ആണ്. ആർ യു ഓക്കെ എന്നത് വളരെ ഡയറക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർ യു ഓക്കെ പകരം ഹൗ ആർ യു ഫീലിംഗ് എന്ന് ചോദിക്കുന്നത് ഓപ്പൺ എൻഡഡ് ആണ്. ആർ യു ഓക്കെ എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, ക്ലോസ് എൻഡഡ് ഐ എം ഓക്കെ എന്ന് പറയും, അല്ലെങ്കിൽ ഐ എം നോട്ട് ഓക്കെ എന്ന് പറയും. ഹൗ ആർ യു ഫീലിംഗ് എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ എൻഡഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ സംസാരിക്കും. ഹൗ ആർ യു എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സംസാരിക്കാൻ തുടങ്ങും ചിലപ്പോൾ. അതാണ് ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡഡും. അപ്പം ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പിയിൽ അവർ പറയുന്നത് ഓപ്പൺ എൻഡഡിൽ നിന്ന് വേണം നമ്മൾ പതുക്കെ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാനെന്ന്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ അത്യാവശ്യ ടെക്നിക്കാണ്. അതുപോലെ ഇമോഷണൽ എക്സ്പ്രഷൻസ് നമുക്ക് ആവശ്യമാണ്. അത്തരത്തിലുള്ള ഇമോഷണൽ എക്സ്പ്രഷൻസ് സെഷൻസിൽ ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ അനാലിസിസ് ഉണ്ട്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയേഴ്സ് ഉണ്ടാവും റിലേഷൻഷിപ്പുകളിൽ. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ സെൽഫ് ഹാം, ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുക, ഇത്തരത്തിലുള്ള ബിഹേവിയറൊക്കെ ഉള്ള ആളുകൾ നമുക്ക് അറിയായിരിക്കും. അപ്പം ഇവർ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ അനാലിസിസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയേഴ്സിന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ തെറപ്പിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പ് എന്നുള്ളത്, ക്ലയന്റും തെറപ്പിസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പിയിൽ റെസിസ്റ്റൻസുമായിട്ടൊക്കെ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. ഇപ്പം സൈക്കോ അനാലിസിസിൽ നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? അതുപോലെ തന്നെ എല്ലാ ഒട്ടുമിക്ക തെറപ്പികളിലും എന്തുണ്ട്, റെസിസ്റ്റൻസ് കാണപ്പെടുക. റെസിസ്റ്റൻസ് എപ്പോഴാണ് വരുന്നത്, അവിടെ ചേഞ്ച് വരുമ്പോഴായിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ റെസിസ്റ്റൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതും തെറപ്പിയിലായിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡയറക്റ്റീവ് നോൺ ഡയറക്റ്റീവ് അപ്രോച്ച് ഉപയോഗിക്കും, ക്ലാരിഫിക്കേഷൻ ചെയ്യും, നമ്മുടെ ഇമോഷൻ്റെ എക്സ്പ്രഷനെ കുറച്ചുകൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യും. അതുപോലെ ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പിയിൽ കമ്മ്യൂണിക്കേഷൻ അനാലിസിസ് നടത്തും. പിന്നെ തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തെറപ്പിയുടെ റെസിസ്റ്റൻസിൽ അവർ കുറച്ചുകൂടെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റർപേഴ്സണൽ എഫക്റ്റീവ്നെസ് വന്നു കഴിഞ്ഞാൽ ഡിപ്രസീവ് സിംറ്റംസിന് കുറവ് വരും എന്നാണ് ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയല്ലേ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ റിവിഷൻ നടത്തണം. നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണുന്നതായിരിക്കും. സൈക്കോ അനാലിസിസ് നോക്കണം. ഇൻസൈറ്റ് ഓറിയന്റഡ് സൈക്കോതെറപ്പി 6 ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കണം. അതിന്റെ മേജർ അസംഷൻസ് നോക്കണം. പിന്നെ ഉള്ളതാണ് ഇന്റർപേഴ്സണൽ തെറപ്പി. അതിലെ മേജർ അസംഷൻസ്, അതിന്റെ ടെക്നിക്. 3 കാര്യങ്ങൾ വേണം നിങ്ങൾ അടുത്ത ക്ലാസ്സിന് മുമ്പ് നോക്കി വെക്കാൻ. എന്തൊക്കെയാ നോക്കണ്ടേ? ടൈപ്പ് ചെയ്ത് എന്തൊക്കെയാ നിങ്ങളോട് ആദ്യം എന്താ ഞാൻ പറഞ്ഞു പോയാ? അത് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞ ആദ്യം എന്താ നാളത്തേക്ക് നോക്കാൻ പറഞ്ഞ സൈക്കോ അനാലിസിസ് എല്ലാവരും നാളത്തേക്ക് നോക്കി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം. രണ്ടാമത്തെ ഏതാ പറഞ്ഞ്? ഇൻസൈറ്റ് ഓറിയന്റഡ് സൈക്കോതെറപ്പി 6 ഉണ്ട്, അത് നോക്കി വെക്കണം. പിന്നെ ആ തെറപ്പികളുടെ അസംഷൻസ് ആണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് എന്താ? ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പി, അതിന്റെ അസംഷൻസും കാര്യങ്ങളും നോക്കി വെക്കണം. 3 ടാസ്കുകളെ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ അടുത്ത സെഷന് മുമ്പ് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നുകൂടെ റിവൈസും ചെയ്യാം അടുത്ത സെഷൻ തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷെ നോട്ടൊക്കെ സെറ്റാക്കി ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് റിവിഷൻ ആയിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ പരിപാടി കഴിഞ്ഞു. താങ്ക് യു. നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം. അപ്പം കുറച്ചുകൂടെ തെറപ്പി ഇൻഡെപ്തിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ താങ്ക് യു. ഓക്കെ, എന്നാൽ ശരിയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.